ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് ഇങ്ങനെ കുടുംബത്തോടനുബന്ധിച്ച് സഹോദരിമാർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ നല്ല നല്ല ക്ലാസ്സുകളെ കേൾക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. അങ്ങനെ ഇന്ന് 9ാമത്തെ ക്ലാസ്സാണ് നാം പ്രിയ ലിൻസി സൗകര്യയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ വിഷയം എന്നത് ആരോഗ്യം, നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രിയ സൗകരി നമ്മോട് സംസാരിക്കും. യോഹന്നാൻ അപ്പോസ്തലന് തന്റെ 3ാമത്തെ ലേഖനത്തില് ഗായോസിനോട് ഓർത്ത് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കാം, അതിൽ നിന്നും നമ്മളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം അത്രത്തോളം പ്രാധാന്യം ഉള്ള ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അത് കാത്തു സൂക്ഷിക്കേണ്ട വലിയ ഉത്തരവാദിത്വം സൗരിമാരായ നമുക്കും ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം നമ്മൾ പറയാറുണ്ടല്ലോ, ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവും എന്ന്. അപ്പം നമുക്ക് അങ്ങനെ ആരോഗ്യമുള്ള മനസ്സും ശരീരവും ലഭിക്കേണ്ടതിന് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കേൾക്കാം. അപ്പം ദൈവം നമ്മെക്കുറിച്ച് നാം ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ശുശ്രൂഷകളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്കും മാനസികമായിട്ടുമുള്ള ആരോഗ്യം വളരെ ആവശ്യമാണ്. ഈ വിഷയത്തോടനുബന്ധിച്ച് നമ്മളോട് ദൈവജനം സംസാരിക്കുന്നത് തിരുവനന്തപുരത്തുള്ള പ്രിയ ലിൻസി സിസ്റ്ററാണ്. സൗകര്യ തിരുവനന്തപുരത്ത് നഴ്സിംഗ് കോളേജിൽ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു വിഷയത്തില് എന്തുകൊണ്ടും നമുക്ക് ഈ വിഷയം പറഞ്ഞു തരുവാനായിട്ട് യോഗ്യതയുള്ള പ്രാപ്തിയുള്ള ഒരാളെ തന്നെയാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തന്നത്. അതോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ക്ലാസ് എടുക്കുവാനായിട്ട് പ്രിയ ലിൻസി സൗകര്യം ക്ഷണിക്കും. എല്ലാ സൗകര്യമാർക്കും കർത്താവിന്റെ നാമത്തില് വന്ദനം അറിയിക്കുന്നു. ഇങ്ങനെ ഒരു നല്ലൊരു കാര്യം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഞങ്ങളും അറിയുന്നുണ്ട്. ഞങ്ങളും പല മീറ്റിങ്ങിലും കയറാറുണ്ട്. തിരുവനന്തപുരത്താണെങ്കിലും സൗകര്യമാർ ഇതിന് മുൻകൈ എടുത്ത് കുടുംബത്തിന്റെ പല പല കാര്യങ്ങള് അങ്ങനെ ഓരോ മാസങ്ങളില് ക്ലാസ്സുകളായിട്ട് എടുക്കുന്നു എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെയും കൂടി ഇതിലേക്ക് ചേർത്ത ഇതിന്റെ സംഘാടകരായിരിക്കും സൗകര്യമാർക്കുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. നിങ്ങള് തുറന്നും പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ ഒരു അല്പസമയം കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങട്ടെ. നമ്മളെല്ലാവരും തന്നെ സൗകര്യമാരാണ്. ഞാൻ വിചാരിക്കുന്നത് നമ്മളൊരു എന്താണേലും മാരീഡൊക്കെ ആയിരിക്കും കൂടുതൽ ഇതിലൊക്കെ കയറുക. ടീനേജേഴ്സും അങ്ങനെയുള്ള ഒരു കാര്യമായി കാണില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്താണെങ്കിലും സഹോദരിമാരെന്നുള്ള രീതിയിൽ നമ്മുടെ വീട് വൃത്തിയാക്കാൻ നമ്മൾ എത്ര സമയം ചെലവഴിക്കുന്നുണ്ട്? നമ്മുടെ ഹാള്, അടുക്കള, ബെഡ്റൂം, ടോയ്ലറ്റ് എല്ലാം നമ്മൾ ദിവസവും വൃത്തിയാക്കും അല്ലേ? കാരണം എന്താ? നമ്മളതിലാണ് താമസിക്കുന്നത്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത്, ദൈവം താമസിക്കുന്ന ഒരു വീടുണ്ടെന്നാണ് ബൈബിളിൽ പറയുന്നത്. അത് നമ്മുടെ ശരീരമാണ്. 1 കൊരിന്ത്യർ 6:19 നമ്മൾ വായിക്കുന്നു, നിങ്ങളുടെ ശരീരം നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരം എന്നറിയുന്നില്ലേ, ആലയം എന്നറിയുന്നില്ലേ എന്നല്ലേ നമ്മളോട് ചോദിച്ചു. നമ്മൾ കൂടി വരുന്ന ഒരു സ്ഥലത്തിന് നമ്മൾ ആലയം എന്ന് പറയാറുണ്ട്. നമ്മുടെ സഭയ്ക്ക് ഒരു കെട്ടിടം ഉണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കൊക്കെ അത് മെയിൻ്റനൻസ് നടത്തും അല്ലേ? പെയിന്റ് ചെയ്യും, പുതിയ കർട്ടൻ ഇടും, മുറ്റമൊക്കെ അടിച്ചു വാരും. പക്ഷെ ദൈവം ആ കെട്ടിടത്തിലല്ല വസിക്കുന്നത് നമുക്കറിയാം. യഥാർത്ഥത്തില് ദൈവം താമസിക്കുന്നത് നമ്മുടെ ശരീരത്താണ്. അതിന്റെ അവസ്ഥ എങ്ങനെയാണ്? അത് പൊടി പിടിച്ച് കിടക്കുവാണോ? അത് തകർന്ന് കിടക്കുവാണോ? അത് അവഗണിക്കപ്പെട്ട് കിടക്കുവാണോ എന്ന് നമുക്കൊന്ന് ചിന്തിക്കേണ്ട സമയം ആണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഈ ശരീരത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച്, നമ്മുടെ ശുഭതയെ പറ്റി ഓൾറെഡി സഹോദരി സൂചിപ്പിച്ചു. യോഹന്നാൻ പുസ്തകം 3ാമത്തെ ലേഖനത്തിലെ 2ാമത്തെ വാക്യത്തിൽ പറയുന്നല്ലേ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും ഇരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ്. അപ്പൊ നമ്മൾ ആത്മീയ കാര്യങ്ങൾ ശുഭമായിരിക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് ക്ലാസ്സുകളുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു വിഷയം വളരെ പ്രാധാന്യമാണ് എന്ന് സൗകര്യമാർക്കും ഒക്കെ തോന്നിയോണ്ടാണ് നമ്മൾ ഈ വിഷയം എടുത്തിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ നമ്മൾ ആരോഗ്യ കാര്യങ്ങൾ പല രീതിയിലൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടാവും. പക്ഷെ അപ്പൊ നമ്മള് യൂട്യൂബിലൊക്കെ ഇപ്പൊ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ആരും ഇതിനെപ്പറ്റിയൊന്നും അറിവില്ലാത്തവരല്ല. പ്രത്യേകിച്ചും ഈ ആരോഗ്യം എന്നുള്ള വലിയൊരു മേഖലയാണ്. അത് ശാരീരിക ആരോഗ്യം തന്നെ ഞാൻ ചിന്തിക്കുകയാണ്, നമ്മളൊക്കെ നഴ്സിങ്ങിനൊക്കെ പഠിക്കുമ്പോൾ 4 വർഷം പഠിച്ചു, പിന്നീടും പഠിച്ചു അല്ലെ? ഡോക്ടേഴ്സ് ആണെങ്കിൽ എത്രയോ കാലം പഠിക്കുന്നു. പിന്നെ സൈക്കോളജി എന്ന് പറയുന്ന വേറൊരു ഭാഗം തന്നെ, വേറൊരു ശാസ്ത്ര ശാഖയാണ്. ഇത്രയും വലിയൊരു വാസ്റ്റ് സബ്ജക്റ്റ് ഈ 3/4 മണിക്കൂർ കൊണ്ട് എന്തൊക്കെ പറയണമെന്ന് എനിക്കറിയില്ല. ദൈവം കൃപ തരുന്നത് പോലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊന്നുകൂടെ ഒരുമിച്ച് ചിന്തിക്കാമെന്ന് ഓർക്കുകയാണ്. ഇപ്പൊ നമ്മൾ സാധാരണ ഹെൽത്ത് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുമ്പോൾ
നിങ്ങൾ പറഞ്ഞേക്കോ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം, പക്ഷെ സമയമില്ല, സാഹചര്യം ഇല്ല. ഒക്കെ സത്യമാണ്. നമ്മളുടെ ഒരു സഹോദരിയുടെ ജീവിതം എടുത്താൽ ഒരു 5 മണിക്കെങ്കിലും തുടങ്ങും. രാവിലെ എണീക്കും, പ്രാർത്ഥന, പിന്നെ അടുക്കളയിലുള്ള കാര്യങ്ങള്, മക്കളെ സ്കൂളിൽ വിടണമെങ്കിൽ അങ്ങനെ, ഭർത്താവിനെ വിടണമെങ്കിൽ അങ്ങനെ, ഇനി ജോലിക്ക് പോകേണ്ടവരാണെങ്കിൽ അത് ഒന്നുകൂടെ കൂടുതല്. പിന്നെ വൈകുന്നേരം ആയാലും ട്യൂഷൻ ഉള്ളവർ അങ്ങനെയുണ്ട്, പിന്നെ സഭയുടെ പരിപാടികള്. ഇങ്ങനെ നമ്മൾ ടൈറ്റ് ആയിട്ടിരിക്കുമ്പോ അതിനിടയ്ക്ക് എവിടെയാ നമ്മുടെ ആരോഗ്യം കിടക്കുന്നത്? നമ്മൾ എവിടെയാണ് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണ്ടേ? ശരിക്കും ഇന്നത്തെ ഇതിൽ നമ്മൾ കൂടുതൽ എന്തെങ്കിലും ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഒറ്റ കാര്യം പറയുന്നത്, നാം നമ്മളെ തന്നെ സ്നേഹിക്കണം. ദൈവജനത്തിലുണ്ട് അങ്ങനെ. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെ? മർക്കോസ് 12:31 വായിക്കുന്നത് നമുക്കറിയാം. പ്രധാന കൽപ്പനയായിട്ട് പറയുന്നിടത്ത് അതുള്ളത്. ദൈവത്തെ സ്നേഹിക്കണം, അതുപോലെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന് നമ്മൾ വായിക്കുന്നത്. നിന്നെ പോലെ തന്നെ എന്ന് പറയുമ്പോൾ നിന്നെ തന്നെ സ്നേഹിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്? അതുകൊണ്ട് കർത്താവിന്റെ കൽപ്പന അനുസരിക്കാൻ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ വേണ്ടി തന്നെ നമുക്ക് നമ്മെ തന്നെ സ്നേഹിക്കാം. നമ്മെ സ്നേഹിച്ചാലല്ലേ നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ സൂക്ഷിക്കുകയുള്ളൂ. നമ്മളെ കുടുംബത്തെ പറ്റി പഠിക്കുമ്പോൾ ഭർത്താവ് തലയാണ്, പക്ഷെ ഭാര്യ അല്ലെങ്കിൽ സ്ത്രീ അതിന്റെ നട്ടെല്ലാണെന്നാണല്ലേ. കുടുംബത്തെ നിവർന്ന് നേരെ നടക്കാൻ സഹായിക്കണമെങ്കിൽ ആ നട്ടെല്ല് തന്നെ വളഞ്ഞു പോയാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് നമുക്ക് വളരെ ഗൗരവത്തോടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാം. പ്രധാനമായിട്ട് 3 കാര്യങ്ങളായിട്ടാണ് നാം ചിന്തിക്കാന്ന് വിചാരിക്കില്ല. ആദ്യം നോക്കുന്നത്, ദൈവം എന്തുകൊണ്ടാണ് നമ്മുടെ ആരോഗ്യത്തിൽ ശ്രദ്ധാലുവാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്താണ് ദൈവത്തിന്റെ കാഴ്ചപ്പാട്? ദൈവം നമ്മുടെ ശരീരത്തെ സൃഷ്ടിച്ചു. നമുക്കറിയാം, ഉൽപ്പത്തി 1:27 തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. അത് ഒരു മാംസപിണ്ഡമായിട്ടല്ല ദൈവം വെച്ചത്, ദൈവം കൈപ്പണിയായിട്ട് ചെയ്തു. ദൈവത്തിന്റെ ഒരു കലാസൃഷ്ടിയാണ് മനുഷ്യൻ. സങ്കീർത്തനം 139:14 നമ്മൾ കാണുന്നത് എങ്ങനെയാ? ഞാൻ ഭയങ്കരവും അതിശയകരവുമായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, ദൈവത്തിന്റെ വിരലുകൾ എന്നെ മെനഞ്ഞു എന്നൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ ദൈവമാണ് നമ്മുടെ ശരീരത്തെ സൃഷ്ടിച്ചത്. പിന്നെ യേശു കർത്താവിന്റെ പ്രവർത്തനത്തെ പറ്റി ഓർത്താൽ, ശുശ്രൂഷയെ പറ്റി ഓർത്താൽ, കർത്താവ് ഒരുപാട് കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾ പ്രസംഗിച്ചു, പക്ഷെ രോഗികളെ സൗഖ്യമാക്കി. അപ്പൊ വളരെ പ്രധാനപ്പെട്ടായിട്ട് കർത്താവ് അതിനെ കണ്ടു. അത് തന്നെയല്ല, മർക്കോസ് 6:34 നമ്മൾ വായിക്കുന്നുണ്ട്, ശിഷ്യന്മാരോട് പറയുന്നതായിട്ട്, നിങ്ങൾ വിജനമായ ഒരു സ്ഥലത്തേക്ക് വേറിട്ട് പോയി കുറച്ച് വിശ്രമിപ്പിൻ. നോക്കിയ കർത്താവ് ആരോഗ്യത്തിന് വളരെ ആവശ്യമായ വിശ്രമത്തെ പറ്റി, ശിഷ്യന്മാരുടെ വിശ്രമത്തെ പറ്റിയും കർത്താവ് വളരെ ബോധേടായിരുന്നു. അപ്പൊ നമുക്ക് കർത്താവിന് ആരോഗ്യത്തെ കുറിച്ച് ശ്രദ്ധയുണ്ടായിരുന്നു, നമുക്ക് ചിന്തിക്കാം. പിന്നെ മറ്റൊരു പ്രധാന കാര്യം, നമ്മള് ഒരു യാഗമാണ്. റോമക്കാർക്ക് ലേഖനം 12:1 നമ്മൾ കാണും, നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. അതൊരു ആരാധനയായിട്ടാണ് പറയുന്നത്. അപ്പൊ ആരാധനയ്ക്ക് അർപ്പിക്കുന്നത് എത്രയോ ശ്രേഷ്ഠമായ കാര്യങ്ങൾ വേണം, അല്ലെ? ക്ഷീണിച്ച്, രോഗപ്പെട്ട്, ദേഷ്യപ്പെട്ടൊക്കെ ഉള്ള ഒരു മാനസിക ശാരീരിക അവസ്ഥയിലല്ലല്ലോ നമ്മൾ കർത്താവിന് കൊടുക്കേണ്ടത്. കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് നമ്മളെ തന്നെ കൊടുക്കേണ്ടത് ഒരു ആരോഗ്യമുള്ള ശരീരവും മനസ്സും ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ അത് ദൈവത്തിനുള്ള ഒരു ആരാധനയാണ്. അപ്പൊ ഇത് എന്തുകൊണ്ടും നമ്മൾ ആത്മീയ കൂട്ടായ്മകളിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഇതെന്ന് ഒന്ന് ചിന്തിക്കാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇനി നമുക്ക് ശാരീരിക ആരോഗ്യം, അതാണല്ലോ നമ്മുടെ ആദ്യത്തെ ഭാഗം. നമ്മൾ കാണുന്നത് അതാണല്ലോ, നമ്മുടെ പുറമേ കാണുന്നത്. നമ്മൾ കണ്ടു, നമുക്ക് പല കാര്യങ്ങളും അറിയെങ്കിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ആരോഗ്യ കാര്യങ്ങളിൽ മറന്നുപോകും. ഒരു ആലയമാണ്, ശരീരത്തെ ഒരു ആലയമായിട്ട് ചിന്തിക്കാമെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ഒരു ആലയം, ഒരു വീടെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കുഞ്ഞുനാൾ പോലെ നമ്മൾ ചെയ്യുന്ന എന്താണ്? 4 തൂണും അതിനൊരു മേൽക്കൂല, ഒരു 4 തൂൺ അല്ലെ? പക്ഷെ ഞാനൊരു 5 തൂണിനെ പറ്റി പറയാന്ന് വിചാരിക്കുക. നമുക്കൊരു 5 ഉറപ്പുള്ള തൂൺ വേണം. എന്തൊക്കെയാന്ന് നമുക്ക് വേഗമേ നോക്കാം. ഒന്നാമത് ഞാൻ പറയട്ടെ, ഒന്നാമത് പറയുന്നത് ഭക്ഷണത്തെ പറ്റിയാണ്. സഹോദരിമാര്, പണ്ടത്തെ കാലത്തെ അമ്മച്ചിമാർക്കാണെങ്കിൽ ഭക്ഷണം ഇല്ലായിരുന്നു, അല്ലെ? ഭക്ഷണത്തിന് അങ്ങനെ ഒരു സ്കേഴ്സിറ്റി ഇല്ല, ഒരു ഷോർട്ടേജ് നമുക്കില്ല. പക്ഷെ എങ്കിലും നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതെങ്ങനെയുള്ള ഭക്ഷണമാണ്? സമീകൃത ആഹാരമാണോ? കഴിക്കേണ്ടതാണോ കഴിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാം കുറെ കാര്യങ്ങൾ, അത് കഴിക്കണം, ഇത് കഴിക്കണം എന്നൊക്കെ നമ്മളോട് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ മറ്റ് യൂട്യൂബേഴ്സും ഒക്കെ നമ്മളോട് പലതും പറഞ്ഞു തരും. പക്ഷെ നമ്മൾ പിന്നെ ചിന്തിക്കും, അയ്യോ ഇതൊക്കെ കുറെ പൈസ ആവുമല്ലോ. ഇപ്പൊ ഒരു നട്ട്സ് കഴിക്കുന്നത് നല്ലതാണെന്ന് വിചാരിച്ചു, വാൾനട്ട്, അതൊക്കെ നല്ലതാ നമുക്കറിയാം, പക്ഷെ ഭയങ്കര കോസ്റ്റ്ലി ആണ്. അപ്പൊ നമ്മൾ ഒരു കടയിൽ പോയി നമ്മൾ വാൾനട്ട് നോക്കി പാക്കറ്റ് എടുക്കുമ്പോൾ ഇത്രയും വിലയാണ്, വേണ്ട നമ്മൾ മാറ്റി വെക്കും. അതേസമയം ഒരു 500 രൂപയ്ക്കാന്ന് വിചാരിച്ചു ഒരു 1/2 കിലോയ്ക്ക്, എനിക്കറിയില്ല കൃത്യമായിട്ട് എത്രയാണ് ഇനി പക്ഷെ നമ്മള് ഒരു 1000 രൂപയുടെ 1500 രൂപയോടെ ഒരു ഡ്രസ്സ് എടുക്കാൻ നമ്മളത് വേണ്ടെന്ന് വെക്കത്തില്ല, അല്ലേ? ഈ ശരീരത്തിനെ മോടി പിടിപ്പിക്കുന്ന കാര്യത്തിൽ നമ്മൾ പൈസ മുടക്കാറുണ്ട്, പക്ഷെ ശരീരത്തിനെ ബലപ്പെടുത്തുന്ന കാര്യത്തിൽ നമ്മൾ എന്തുമാത്രം ശ്രദ്ധിക്കും, ഭക്ഷണ കാര്യത്തിൽ എന്തുമാത്രം ശ്രദ്ധിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ തൂണ്. അപ്പം കഴിക്കേണ്ടതിനെ കഴിക്കുക, ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കുക. അങ്ങനെ പറഞ്ഞ് ഞാൻ വിടട്ടെ, കാരണം ഇതൊന്നുകൂടെ ഞാൻ പിന്നീട് ഇച്ചിരി ഡീപ്പായിട്ട് പിന്നീട് പറയാം. രണ്ടാമത്തെ തൂണ് വ്യായാമമാണ്. ഒന്ന് ഭക്ഷണം, രണ്ടാമത് വ്യായാമം.
അത് ശരീരത്തിന്റെ പ്രാർത്ഥന എന്നാണ് നമുക്കതിനെ വിശേഷിപ്പിക്കാം. 1 തിമോത്തിയോസ് 4:8 നമ്മൾ വായിക്കുന്നു, ശരീരാഭ്യാസം അല്പം പ്രയോജനമുള്ളതാകും. അല്പം എന്ന് വെച്ചാൽ വേണ്ടാന്നല്ല, ശരീരാഭ്യാസം വേണ്ടെന്നല്ലല്ലോ അവിടെ പറയുന്നത്, അല്ലെ? കുറച്ചെങ്കിലും വേണം തന്നെയാണ്. അപ്പം നമ്മള് ശരീരത്തിന് വ്യായാമം വേണം. തന്നെയല്ല, സദൃശവാക്യം 31 നമുക്ക് പ്രിയപ്പെട്ട ഒരാളുണ്ടല്ലേ, സാമർഥ്യമുള്ള സ്ത്രീ. നമ്മളെല്ലാ കാര്യത്തിനും അവരെ മാതൃകയാക്കാറുണ്ട്. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ട്. അപ്പൊ സാമർഥ്യമുള്ള സ്ത്രീയെ പറ്റി പറയുന്ന 31:17 അവൾ ബലം കൊണ്ട് അരമുറുക്കുകയും ഭുജങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യുന്നു എന്നാണ്. അവൾക്ക് ബലമുണ്ടെന്നോ അവളുടെ ഭുജങ്ങൾക്ക് ശക്തിയുണ്ടെന്നോ അല്ലല്ലോ അവിടെ പറഞ്ഞത്. അവൾ എന്ത് ചെയ്യുക? അവളത് ചെയ്യുകയാണ്. അതിനുവേണ്ടി അവൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നു. ബലം കൊണ്ട് അരമുറുക്കുന്നു, ഭുജങ്ങളെ അവള് ശക്തിപ്പെടുത്തുകയാണ്. ഇനി ഭുജത്തിന് ശക്തി ഇല്ലെങ്കിൽ ശക്തീകരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയോ അവള് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ അത് വ്യായാമത്തെ പറ്റി പറയുന്നു. നമുക്ക് വേണമെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കാം. അപ്പൊ നമുക്ക് എന്തൊക്കെ ചെയ്യാം വ്യായാമം? പെട്ടെന്ന് പറഞ്ഞു പോട്ടെ കേട്ടോ. വ്യായാമം നമുക്ക് വലിയ ജിമ്മിലൊക്കെ പോയി കറക്റ്റായിട്ട് വ്യായാമം ചെയ്യാനൊന്നും എല്ലാവർക്കും പറ്റിയെന്ന് വരത്തില്ല, നമ്മുടെ ഒരു ജീവിത പശ്ചാത്തലത്തില്, നമ്മുടെ ജോലി തിരക്കില്. പക്ഷെ നമുക്ക് ഒരു നടക്കാമല്ലോ. നമ്മുടെ വീടിന് ചുറ്റുവട്ടാണെങ്കിലും, ഇനി 2 നില വീടുള്ളവരാണെങ്കിൽ സ്റ്റെപ്പ് കയറി ഇറങ്ങിയാണെങ്കിലും, എങ്ങനെയെങ്കിലും ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ നടക്കുക എന്നുള്ളത് വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. ആഴ്ചയിൽ 5 ദിവസം നമ്മൾ നടക്കുക. ഈ നടക്കുമ്പോൾ നമ്മുടെ കാലുകളുടെ മസിലിന് നല്ല കൺട്രാക്ഷൻ കിട്ടും, നല്ല വ്യായാമമാണ്. അപ്പൊ സർക്കുലേഷൻ കൂടും, രക്തയോട്ടം കൂടും. അങ്ങനെ രക്തയോട്ടം കൂടുമ്പോൾ ഹാർട്ട് അത് നന്നായിട്ട് പമ്പ് ചെയ്യും. ഇപ്പൊ ശരീരത്തിന്റെ എല്ലാ കോശങ്ങളിലും, ബ്രെയിൻ ഉൾപ്പെടെയുള്ള എല്ലാ കോശങ്ങളിലേക്കും കൂടുതൽ ഓക്സിജൻ കലർന്ന ബ്ലഡ് നമുക്ക് കിട്ടും. പിന്നെ മസിലൊക്കെ നല്ല പവർഫുൾ ആവും. മസിൽ വീക്ക് ആയി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിന്റെ അത്ര ഡെപ്തിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല. പക്ഷെ നടന്നാൽ നമുക്ക് വെരിക്കോസ് വെയിൻ തടയാം. പിന്നെ അതുപോലെ നമുക്ക് ഈ മുട്ടുവേദന അതൊക്കെ വരുന്നത് നീട്ടിവെക്കാം. അതുപോലെ ഈ ബോണിന്, നമ്മുടെ എല്ലിനൊക്കെ നല്ല തേയ്മാനം വരുന്നതൊക്കെ നമുക്ക് നീട്ടിവെക്കാം. പെട്ടെന്ന് വരില്ല. അപ്പൊ ഈ നടക്കുക എന്ന് പറയുന്നത് നിസ്സാരമല്ല, വളരെ പ്രാധാന്യമുള്ളതാണ്. ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ 2 കാലയിൽ നമ്മളെ നിവർത്തി നിർത്തിയതാണ്, അല്ലേ? അപ്പം കാലുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ആ കാലുകൾ ഉപയോഗിച്ച് നമ്മൾ നടക്കുക. എനിക്ക് എന്റെ അനുഭവമാണ് കേട്ടോ. ഞാൻ എക്സസൈസ് ചെയ്യുമ്പോൾ ഞാൻ വളരെ ഹെൽത്തിയാണ്. എപ്പൊ ഞാൻ എക്സസൈസ് കുറയ്ക്കുന്നോ അപ്പൊ എനിക്ക് ഇപ്പൊ പ്രത്യേകിച്ച് ഈയിടെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, കാലിനൊക്കെ ഭയങ്കര ഭാരം പോലെ, ഒരു കഴപ്പ് പോലെയൊക്കെ. അപ്പൊ നമ്മൾ സാധാരണ എന്ത് ചെയ്യും? നമ്മൾ വേഗം റെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷെ എനിക്കിത് അറിയാവുന്നതുകൊണ്ട് ഞാനത് എക്സസൈസിലേക്ക് മാറ്റി, തിരിച്ച് എക്സസൈസ് പിടിച്ചപ്പോൾ ഞാൻ കംഫർട്ടബിൾ ആയി. നമുക്ക് ഈ നടപ്പ് എന്നുള്ള, പ്രത്യേകിച്ച് ഇന്നത്തെ ജോലി ചിന്തിച്ചാലേ, മിക്ക ഇവര് ഇരുന്നുള്ള ജോലിയാണ്, അല്ലെങ്കിൽ നിന്നുള്ള ജോലിയാണ്. തുടർച്ചയായിട്ട് നിൽക്കുന്നവര് പ്രത്യേകിച്ചും നടക്കാനുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ വെരിക്കോസ് വെയിൻ ഒക്കെ എപ്പോ വന്നെന്ന് ചോദിച്ചാൽ മതി. പിന്നെ നമ്മുടെ ഹാർട്ടിനെ രക്ഷിക്കാനാണേലും, അല്ലെ, ബ്ലോക്ക് ഒക്കെ വരാതിരിക്കാന്, കൊളസ്ട്രോൾ കുറയ്ക്കാന്, ഷുഗർ കുറയ്ക്കാന്, എന്ത് വേണ്ട, നടത്തത്തിന്റെ പ്രാധാന്യം എത്ര പറഞ്ഞാലും അത് തീരില്ല. നടത്തം മാത്രമല്ല, എക്സസൈസ് എന്നുള്ളത് നമുക്ക് പല രീതിയിൽ ചെയ്യാം. വീടൊക്കെ പണ്ടാണെ തൂത്ത് തുടച്ചു, വെള്ളം കോരി, അരച്ചു ഒക്കെ കഴിയുമ്പോൾ നമ്മൾ അറിയാണ്ട് നമ്മുടെ അമ്മച്ചിമാർ ഒരുപാട് എക്സസൈസ് അവരുടെ ശരീരത്തിലെ എല്ലാ മസിലും അവർ ഉപയോഗിച്ചുകൊണ്ടായിരുന്നത്. നമ്മൾ പക്ഷെ അതൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ നടക്കാം. പിന്നെ തോട്ടം ഉണ്ടെങ്കിൽ പണിയാം, ഗാർഡനിങ് ഉണ്ടെങ്കിൽ ഗാർഡനിൽ വലിയ പണിയില്ല എങ്കിലും എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യാം. പാട്ട് വെച്ച് ഡാൻസ് ചെയ്യാം കേട്ടോ. ഡാൻസ് ചെയ്യണമെന്നൊന്നും ഒരിടത്തും ഇല്ലല്ലോ. അപ്പൊ ഡാൻസ് ചെയ്തതായിട്ട് നമുക്ക് ദാവീദ് വരെ നമ്മുടെ മുന്നിലുണ്ട്. നല്ല പാട്ടുകൾ വെച്ച്, സ്പീഡിലുള്ള ക്രിസ്തീയ ഗാനങ്ങൾ തന്നെ വെച്ച് നമുക്ക് പാടാം. റൂം അടച്ചിട്ട് പാടിയാൽ റൂം അടച്ചിട്ട് ഡാൻസ് ചെയ്താൽ ഒരുപക്ഷെ നന്നായിരിക്കും. എനിവേ, നമുക്ക് ഡാൻസ് ഒക്കെ ചെയ്യാം, ശരീരം മൊത്തം ഇളകും. പിന്നെ നമ്മൾ 5 ദിവസം നടക്കുന്ന കാര്യം പറഞ്ഞു. 2 ദിവസം നമുക്ക് നടപ്പിനൊരു ഇത് കൊടുക്കാം. പക്ഷെ 2 ദിവസം കൈക്കുള്ള എക്സസൈസും കൂടെ ചെയ്താലുണ്ടല്ലോ, ഭുജങ്ങളെ ശക്തീകരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്നില്ലേ, വെയിറ്റ് ഒക്കെ എടുത്ത് ഓരോരുത്തർ എക്സസൈസ് ചെയ്യുന്നത്. അപ്പൊ അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. നമ്മുടെ സിറ്റുവേഷനിൽ നമുക്ക് നോക്കി, നമുക്കൊരു ഈ ഇതുപോലത്തെ 1 ലിറ്റർ വെള്ളത്തിന്റെ കുപ്പി എടുത്തടേ, കുപ്പി എടുത്തിട്ട് കുപ്പി ഇങ്ങനെ വെള്ളം നിറയ്ക്കണേ, വെള്ളം നിറച്ച് കുപ്പി ഇങ്ങനെ ഉയർത്തുക, താഴ്ത്തുക, സൈഡിലേക്ക്, അങ്ങനെയൊക്കെ പല ഡയറക്ഷനിൽ ഒരു 20 പ്രാവശ്യം വെച്ച് നമ്മൾ കുറച്ച് സമയം അതിന് വേണ്ടി മാറ്റി വെച്ചാൽ നമ്മുടെ കൈ നല്ല ശക്തി ഉണ്ടാവും. അനാവശ്യമായ വേദനകളൊന്നും, ഒരുവിധം ജോലിയൊന്നും ചെയ്യുമ്പോൾ വേദനയൊന്നും ഉണ്ടാകത്തില്ല. എല്ല് തേയ്മാനം തടയും. അപ്പൊ ഇതൊക്കെ ഞാൻ എന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് ഞാൻ എടുത്തു പറയുകയാണ്. ഞാൻ എക്സസൈസ് ചെയ്തുകൊണ്ട് ഒരുപാട് രോഗങ്ങൾ എനിക്ക് മാറി. എന്റെ കുറെ സഹോദരിമാർക്ക് കൂടെ അറിയാം, എനിക്ക് എപ്പോഴും നടുവേദന വരുന്ന ആളായിരുന്നു ഞാൻ. അങ്ങോട്ട് തിരിഞ്ഞാൽ നടുവെട്ട്, ഇങ്ങോട്ട് തിരിഞ്ഞാൽ, അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കുറെ നാളായിട്ട് എനിക്ക് നടുവേദന ഒന്നും സംഭവമില്ല. കാരണം ഞാൻ എക്സസൈസ് കൃത്യമായിട്ട് ചെയ്തപ്പോൾ എന്റെ ബാക്ക് മസിൽസ് ഒക്കെ നല്ല സ്ട്രെങ്തൻ ആയി.
ഇതൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് യൂട്യൂബിൽ മാത്രം നോക്കിയാൽ മതി, എവിടെയും പോകണ്ട. നമുക്ക് നടുവിന്റെ മസിലുകൾ സ്ട്രെങ്തൻ ചെയ്യാൻ എന്തൊക്കെ എക്സസൈസ് നമുക്ക് ചെയ്യാവുന്ന, കിടന്നുകൊണ്ട് കാലുയർത്തുന്ന അങ്ങനെയൊക്കെയുള്ള എക്സസൈസ് ഉണ്ടൊക്കെ ചെയ്താൽ മതി. അതുപോലെ നടക്കുന്നത് ഒക്കെ. അപ്പൊ ഇത് ചെയ്യാത്ത സമയവും ചെയ്യുന്ന സമയവുമായിട്ട്, പിന്നെ അതുപോലെ എനിക്ക് പറയാനുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്, ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ചില വണ്ടിയും കൂടെ ഒക്കെ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ കുഴഞ്ഞായിരിക്കും വരുന്നത്, ഒന്ന് കിടന്നാ മതി എന്ന് വിചാരിച്ചു വരും. അപ്പൊ ഞാൻ എന്നൊക്കെ കിടന്നു പോയിട്ടുണ്ടോ പിന്നെ അതങ്ങ് ഡീപ്പ് സ്ലീപ്പ് ആയിപ്പോ, പിന്നെ എണീറ്റ് വരുമ്പോൾ ആകെ ഒരു മന്ദതയിലാണ് ബാക്കി ജോലികൾ ചെയ്യുന്നത്. ഉറങ്ങി റെസ്റ്റ് എടുത്തു ശരി, പക്ഷെ ആ ഒരു കിടക്കണമെന്നുള്ള എന്റെ ടെംപ്റ്റേഷനെ ഒന്ന് ഓവർകം ചെയ്ത് ഞാൻ എക്സസൈസ് ചെയ്യാനായിട്ട് അങ്ങ് മാറ്റി വെച്ചാലുണ്ടല്ലോ, 1 മണിക്കൂറൊക്കെ ഞാൻ ചിലപ്പോൾ എക്സസൈസ് ചെയ്യാറുണ്ട്. ചെയ്ത് കഴിഞ്ഞ് പിന്നെ എനിക്ക് 4-5 മണിക്കൂർ ഞാൻ ഭയങ്കര ആക്റ്റീവാണ്, ഭയങ്കര ഫ്രഷ് ആണ്. അപ്പൊ ഞാനിങ്ങനെ ഓർക്കും, ആ ഫുൾ ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ബോഡിയിൽ എല്ലാം ചെന്നു നമ്മളെ അത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് ഞാൻ അടിവരയിട്ട് പറയുകയാണ്, എക്സസൈസ് എന്ന് പറയുന്നത് അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഏത് പ്രായത്തിലുള്ള സൗരന്മാരും, പ്രത്യേകിച്ച് 40 വയസ്സ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊക്കെ ചെയ്താൽ നമുക്ക് ഒരുപാട് രോഗങ്ങൾ വരാതെ വന്നതിനും ഒരു ആശ്വാസത്തിനൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം പറയാമേ. 3-ാമത്തെ തൂണ് ഉറക്കം. അത് നമുക്ക് ഇങ്ങനെ പറയാം, ദൈവം തന്ന സൗജന്യമായൊരു മരുന്നാണ് ഉറക്കം. ഉറക്കം കൊണ്ട് തന്നെ ഒരുപാട് രോഗങ്ങൾക്ക്, പ്രയാസങ്ങൾക്കൊക്കെ ആശ്വാസം. നന്നായിട്ടൊന്ന് ഉറങ്ങി എണീറ്റാല്, ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഉറങ്ങി എണീറ്റാല് നമുക്ക് തരുന്ന ഒരു റെജനുവേഷൻ, നമ്മൾക്ക് തരുന്ന ഒരു ഫ്രഷ്നെസ്, അത് ഒരുപാട് അധികമാണ്. സംഗീതത്തിന് 127:2 അവൻ തന്റെ പ്രിയന് ഉറക്കം നൽകുന്നു എന്നാണ്. കർത്താവിനെ പ്രിയപ്പെട്ട് ജീവിക്കുന്നവർക്ക് അത് നമുക്ക് ദൈവം ദാനമായിട്ട് തന്നോളൂ. എത്ര സമയം ഉറങ്ങണം? ഒരു 7 മണിക്കൂർ, ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ നമ്മുടെ സാഹചര്യങ്ങൾ അനുസരിച്ച്, നമ്മുടെ നീഡ് അനുസരിച്ച് 6 to 8 hours അതാണ് നല്ലത്. രാത്രി 10 മുതൽ 5 വരെ ആണെങ്കിൽ ഏറ്റവും നല്ലത്. എന്താണേലും ഈ ഉറങ്ങുന്നതിന് മുന്നേ ഒരു മുന്നൊരുക്കം ഉള്ളത് നല്ലതാണ് കേട്ടോ. ചിലർക്ക് ഉറക്കക്കുറവുകൾ ഉണ്ടാവാം. അതിന്റെ കാരണം, ഇന്നത്തെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നതാണ്. സ്ക്രീൻ ടൈം, TV, ഫോൺ, ലാപ്ടോപ്പ് ഒക്കെ കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ ആ ലൈറ്റ് നമ്മുടെ തലച്ചോറിൽ വരുന്ന വൈബ്രേഷന് അത് നമ്മളുടെ ഉറക്കത്തെ മാറ്റിവെക്കും. അതുകൊണ്ട് 9 മണിക്ക് ശേഷം ഫോൺ വേണ്ട എന്ന് തീരുമാനിക്കാം. പിന്നെ ഒരു ഗ്ലാസ് ചൂടുപാല് കുടിച്ചാൽ ഉറക്കത്തെ ഇൻഡ്യൂസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ദൈവവചനം വായിക്കുക, പ്രാർത്ഥിക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ആദ്യമേ പോയി ഉറക്ക ഗുളിക നമ്മൾ കഴിക്കാൻ പാടില്ല. അത് കുറേ മറ്റു കാര്യങ്ങളൊക്കെ നോക്കി ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രമേ ഉറക്ക ഗുളിക കഴിക്കാവുള്ളൂ. അല്ലാതെ നമ്മൾ ശ്രദ്ധിച്ചാൽ നടക്കും. 4-ാമത്തെ തൂൺ പറയട്ടെ, അത് വിവേകത്തിന്റെ അടയാളമായിട്ടാണ് ഇതിനെ പറയുന്നത്. അത് പരിശോധനയാണ്. 4-ാമത്തെ തൂണ് സദൃശ്യവാക്യങ്ങൾ 22:12 നമ്മൾ കാണുന്നു, വിവേകമുള്ളവൻ ആപത്ത് കണ്ട് ഒളിക്കുന്നു. പിന്നെ അത് എന്താ പറയുന്നത്? വിവേകത്തിന്റെ ഒരു അടയാളം അല്ലെ? വിവേകമുള്ളവൻ എന്ത് കാണുന്നു? ആക്ച്വലി ആപത്ത് മുന്നമേ കാണുന്നു. ആപത്ത് കണ്ടതുകൊണ്ടാണ് ആപത്തിലേക്ക് പോയി ചാടാതെ ഒളിക്കുന്നത്. അപ്പൊ നമ്മൾ ആപത്ത് കാണണം, മുന്നമേ കാണണം. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വർഷത്തിൽ ഒരിക്കലും നിർബന്ധമായിട്ടും ഒരു 40 വയസ്സ് കഴിഞ്ഞവർ ചെയ്യേണ്ട കാര്യമാണ്. അത് 50 വയസ്സൊക്കെ ആകുമ്പോൾ കുറേയും കൂടെ, വർഷത്തിൽ ഒന്നൊന്നും വെക്കരുത്, 3 മാസം കൂടുമ്പോഴൊക്കെ ആകണം. BP, ഷുഗർ, കൊളസ്ട്രോള്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. നമുക്ക് ഇപ്പൊ ഇഷ്ടംപോലെ NCD ക്ലിനിക്കുകളുണ്ട്, ഗവൺമെന്റ് സർവീസിൽ തന്നെയുണ്ട്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞ ഒരു വിങ് തന്നെയുണ്ട്. അവിടെ പോയാൽ ഫ്രീ ആയിട്ട് ഇതെല്ലാം ചെയ്തു തരും. ഇപ്പൊ ഹൃദ്രോഗം വരാതെ, ഷുഗർ വരാതെ, സ്ട്രോക്ക്, ഈ കൊലയാളികളാണ്. നമുക്ക് പുറമെ ഒരു സിംറ്റംസും കാണിക്കത്തില്ല, ഒരു ലക്ഷണങ്ങളും കാണിക്കത്തില്ല. അതിങ്ങനെ BP കൂടിയാൽ നമ്മൾ അറിയാൻ പോകുന്നില്ല. നമ്മൾ വിചാരിക്കുക എനിക്കിങ്ങനെ കുഴപ്പമൊന്നുമില്ല, എന്റെ കാരണവന്മാർക്ക് കുഴപ്പമില്ല, എനിക്കിതുവരെ ആശുപത്രി പോകണമെന്നില്ല, അങ്ങനെയൊക്കെ ചിലർ പറയുന്ന കേൾക്കാം. പക്ഷെ അവർക്ക് ഒരുപക്ഷെ BP ഉണ്ടാകാം, ഷുഗർ ഉണ്ടാവാം. അതങ്ങനെ ഇരുന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഹാർട്ട് അറ്റാക്ക് ആയിട്ടായിരിക്കും കാണിക്കുക, അല്ലെങ്കിൽ കുഴഞ്ഞു വീഴുമായിരിക്കും, സ്ട്രോക്ക് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ നേരത്തെ കണ്ടുപിടിക്കാം. എന്താണ്? വിവേകമുള്ളവൻ എന്ത് ചെയ്യുന്നു? ആപത്ത് കണ്ട് ഒളിക്കുന്നു. അപ്പൊ നമുക്ക് അത് ചെയ്യണം. അതുപോലെ തൈറോയിഡിന്റെ ടെസ്റ്റുകൾ, തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഫംഗ്ഷൻ എങ്ങനെയാണ്, അതിന്റെ ഹോർമോണിന്റെ ലെവൽ എങ്ങനെയാണ്. വൈറ്റമിൻ D, ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയൊരാളാണ് വൈറ്റമിൻ D. വൈറ്റമിൻ D കുറയുന്നതുകൊണ്ടാണ് മിക്കവർക്കും ക്ഷീണവും ബോഡി പെയിനും ഒക്കെ വരുന്നത്. തൈറോയ്ഡ് കുറയുമ്പോൾ മുടി കൊഴിച്ചില്, പിന്നെ പെട്ടെന്ന് മൂഡ് സ്വിങ്സ്, ദേഷ്യം, സങ്കടം, ഇതിങ്ങനെയൊക്കെ വരാം. B12 ഭയങ്കര വിളർച്ച വരുന്നതും, ഇങ്ങനെയൊക്കെ പല കാരണങ്ങൾ കൊണ്ട് ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. പിന്നെ ഈ സഹോദരിമാരുടെ ഇടയ്ക്ക് നമ്മൾ 40 വയസ്സിന് ശേഷം നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് സ്തനാർബുദ പരിശോധന. നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം. പീരിയഡ്സ് ഒക്കെ കഴിഞ്ഞ് ഒരു 2 ദിവസം 3 ദിവസം കഴിയുമ്പോൾ എല്ലാ മാസവും മാറിടം ഒക്കെ ഒന്ന് തപ്പി നോക്കുക. എന്തെങ്കിലും മുഴ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? കുഞ്ഞു മുഴയാണെങ്കിൽ, ഒരു കുരുമുളകിന്റെ വലിപ്പമെങ്കിലും ഉള്ളതാണെങ്കിൽ പോലും, കടുകുമണിയുടെ വലിപ്പം ഉള്ളപ്പോൾ മുതലേ കണ്ടുപിടിക്കാന്നാണ് പറയുന്നത്. നമുക്ക് കണ്ടുപിടിച്ചാലേ നമുക്ക് എന്താ പറയാ, സൂചി കൊണ്ട് എടുക്കാവുന്ന സമയത്ത് കണ്ടുപിടിച്ചാൽ തൂമ്പ കൊണ്ട് എടുക്കേണ്ടത് കാരണവന്മാര് പറയില്ലേ.
അതാണ് സംഭവം. എത്ര നേരത്തെ കണ്ടുപിടിക്കാമോ അത്രയും എളുപ്പത്തിൽ ട്രീറ്റ്മെന്റുകൾ ഇന്നുണ്ട്. അപ്പൊ നമ്മള് സ്തന സ്വയ പരിശോധന ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് തോന്നിയ ഡോക്ടറിനെ കാണണം. പിന്നെ അമേരിക്കയിലൊക്കെ പറയുന്നത് 40 വയസ്സിന് ശേഷം എല്ലാ സ്ത്രീകളും വർഷത്തിലൊന്ന് മാമോഗ്രാം ചെയ്യണമെന്നാണ് പറയുന്നത്. മാമോഗ്രാം എന്ന് പറയുമ്പോൾ എക്സ്റേ എടുക്കുക, ബ്രസ്റ്റിന്റെ എക്സ്റേ എടുക്കുക. അപ്പൊ അതിനകത്ത് ഞാൻ പറഞ്ഞൊരു കടുകുമണിയുടെ താഴെ സൈസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് തടവി നോക്കിയാൽ കിട്ടുകയില്ലാത്ത സൈസിലുള്ള ട്യൂമർ വരെ മാമോഗ്രാം കണ്ടാൽ കണ്ടെത്താൻ പറ്റും. ഓക്കെ. പിന്നെ പാപ്സ്മിയർ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. ഗർഭാശയകള ക്യാൻസർ, സർവൈക്കൽ ക്യാൻസറിന്റെ ഈ ഗർഭാശയത്തിന്റെ മുഖത്തെ ക്യാൻസർ ആണ്. അത് വളരെ കോമൺ ആണ്, വളരെ ഉണ്ട്. അപ്പൊ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് വരും നമ്മൾ മാറ്റി വെക്കരുത്. ആ ടെസ്റ്റ് ചെറിയൊരു ടെസ്റ്റേ ഉള്ളൂ. ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയാൽ ചെയ്യാം. പ്രത്യേകിച്ചും നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ആർക്കെങ്കിലും ഒക്കെ ഇപ്പൊ എന്റെ അമ്മ ഗർഭാശയ ക്യാൻസർ വന്നാണ് മരിച്ചത്. അതുകൊണ്ട് ഞാൻ ഒരു 6 മാസം കൂടുമ്പോഴൊക്കെ ഈ പാസ്മിയർ ചെയ്യാറുണ്ട്. കാരണം നമ്മൾ അങ്ങനെ ചാൻസ് ഉണ്ടെന്നുള്ളത് നമ്മളങ്ങ് ചിന്തിക്കണം. ടെസ്റ്റ് ചെയ്യുന്നതിന് നമുക്ക് വലിയ തടസ്സങ്ങളോ വലിയ ചെലവോ ഒന്നുമില്ല. ഗവൺമെന്റിൽ ഈ ടെസ്റ്റുകളെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കത് ടെസ്റ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ നമ്മൾ ഇതൊക്കെ എന്താണ് നമ്മള് ആ വിവേകമുള്ളവൻ ആപത്ത് കണ്ട് ഒളിക്കുന്നതിന്റെ ഭാഗമാണ്. അപ്പൊ ഇങ്ങനെ പറയാൻ ഒരുപാടുണ്ട്, അതിലേക്ക് പോകുന്നില്ല. ഒരുപാട് സ്ക്രീനിങ് ടെസ്റ്റുകളുണ്ട്, നമ്മൾ അതിലേക്കൊക്കെ അതൊക്കെ ചെയ്യണം. പിന്നെ 5ാമത്തെ തൂണായിട്ട് എക്സ്ട്രാ പറഞ്ഞത് വിശ്രമമാണ്. അത് സാപത്തത്വമാണ്. കർത്താവ് ദൈവം പോലും 7ാം ദിവസം വിശ്രമിച്ചു എന്ന് വചനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. നമ്മളും ആഴ്ചയിൽ ഒരു ദിവസം പറ്റുമെങ്കിൽ ഒരു വിശ്രമം എടുക്കണം. നമുക്ക് ഈ യഹൂദന്മാര് ഒരു ദിവസം വിശ്രമിച്ചു അല്ലെ, അവര് സബത്ത് ആചരിക്കുമ്പോൾ അവരന്ന് പട്ടിണിയൊന്നും കിടന്നില്ല. അവര് നേരത്തെ കാര്യങ്ങൾ ചെയ്തു വെക്കും. നമ്മൾ ശ്രദ്ധിച്ചാല് നമുക്ക് ഒരു ദിവസം ഇങ്ങനെ നോ കുക്കിംഗ്, നോ ക്ലീനിങ്, നോ ഫോൺ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു ദിവസം മാറ്റി വെച്ചാൽ എത്ര നല്ലതാ. കുടുംബത്തോടൊപ്പം വചനം വായിച്ച് കർത്താവിനോടൊപ്പം അങ്ങനെയൊക്കെ ഒരു സമയം ഫുൾ സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ അത് നമ്മളുടെ ശാരീരിക ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഓക്കെ. അപ്പൊ നമുക്ക് പിന്നെ ഇപ്പൊ നമ്മൾക്ക് ഇതെല്ലാം നമ്മൾ പറഞ്ഞു, എങ്കിലും നമ്മളുടെ മധ്യവയസ്സിലേക്ക് വരുമ്പം ശാരീരിക മാറ്റങ്ങൾ പലതും കണ്ട് നമ്മൾ പേടിച്ചു പോകാറുണ്ടല്ലേ. ആർത്തവിരാമത്തോട് ബന്ധപ്പെട്ട് പെട്ടെന്ന് ആൾക്കാർക്ക് ശരീരത്തിൽ ചൂട് ഒഴുകുന്ന പോലെ തോന്നുന്നു, ഭയങ്കരമായിട്ട് മൂഡ് വേരിയേഷൻ വരുന്നു, ദേഷ്യം വരുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈസ്ട്രോജൻ എന്നുള്ളൊരു ഹോർമോൺ ഇങ്ങനെ വളരെ പെട്ടെന്ന് ശരീരത്തിൽ നിന്ന് കുറയുമ്പം ശരീരം അതിനോട് റെസ്പോണ്ട് ചെയ്യുന്ന. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഡോക്ടറെ കാണുന്നത് സാരമില്ല, പോട്ടേന്ന് വെക്കണ്ട, ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നത് നല്ലതാണ്. അത്യാവശ്യമെങ്കിൽ ഒരു മരുന്ന് തരും, അല്ലെങ്കിൽ അവർ കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും ആഹാരത്തിൽ ശ്രദ്ധിക്കാൻ. ഈ സോയ കഴിക്കുന്നത്, അതുപോലെ ഈ സൺഫ്ലവറിന്റെ ഫ്ലാക്സ് സീഡ് എന്ന് പറയും, ഈ സൂര്യകാന്തിയുടെ വിത്തൊക്കെ കഴിക്കുമ്പം ഈ ഹോർമോണിന്റെ കുറവിനെ പരിഹരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനത്തെയൊക്കെയുള്ള പരിഹാരങ്ങൾ നമുക്കുണ്ട്. അതുപോലെ എല്ലിന് ബലക്കുറവ് വരാം. പെട്ടെന്ന് എല്ലിന് ബലക്കുറവ് വന്നാൽ പെട്ടെന്ന് വീഴുമ്പോൾ പെട്ടെന്ന് നമ്മൾക്ക് ഒടിവൊക്കെ വരുന്നത് അതുകൊണ്ടാണ്. കാൽഷ്യം വലിച്ചെടുക്കൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറയുന്നുണ്ട്. അപ്പൊ നമ്മൾ കൂടുതലായിട്ട് കാൽഷ്യം ഒക്കെ കഴിക്കുക. ഒരു 1000 മുതൽ 1200 മില്ലിഗ്രാം ഡെയിലി വേണം. അപ്പൊ ഇനി പാല്, അതുപോലെ മുത്താറി അല്ലെങ്കിൽ റാഗി, മുരിങ്ങയില, എള്ള് അങ്ങനെയൊക്കെയുള്ള സാധനത്തിൽ ഒത്തിരി കാൽഷ്യം ഉണ്ട്. പിന്നെ ചെറിയ മത്സ്യങ്ങൾ, നത്തോലി, മത്തി, അങ്ങനത്തെയൊക്കെയുള്ള കൊച്ചു മത്സ്യങ്ങളിൽ ധാരാളം കാൽഷ്യം ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ വെയിറ്റ് ബെയറിങ് എക്സസൈസസ് ഒക്കെ ചെയ്താൽ നല്ലതാണ്. പിന്നെ തടി കൂടുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. നമ്മുടെ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങൾ 40-ന് ശേഷം ഒരു 5% വെച്ച് കുറയുന്നതാണ്. അപ്പൊ നമ്മൾ എത്ര ഡയറ്റ് നോക്കിയാലും എക്സസൈസ് ഒക്കെ ചെയ്താലും തടി കൂടുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പൊ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ആഹാരത്തിലൊക്കെ കുറെ കൂടി ശ്രദ്ധിക്കാം. ഇങ്ങനെ കേട്ടിട്ടുണ്ടോ നിങ്ങള് 5 എന്താണ് വൈറ്റ് പോയിസൺ എന്ന് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്, വെളുത്ത വിഷങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് പഞ്ചസാര, പിന്നെ വെളുത്തത് ഉപ്പ്, പിന്നെ മൈദ അല്ലെ. ഉള്ള പൊടികളിൽ ഏറ്റവും കളറുള്ളത് മൈദക്കാണ്. അപ്പൊ മൈദ, പിന്നെ വെള്ളയരി, വേണമെങ്കിൽ പാലും കൂടെ അതിന് കൊടുത്തി കൂട്ടുന്നവരുണ്ട്. അങ്ങനെ വെള്ള കലർന്ന സാധനങ്ങളുടെ ഏറ്റവും കുറച്ച് ഉപയോഗമായാൽ തടി കൂടുന്നത് കുറയ്ക്കാമെന്നാണ്. അതുപോലെ പ്രോട്ടീൻ കൂടുതലായിട്ട് കഴിക്കുക, 8 മണിക്ക് മുന്നേ അത്താഴം കഴിക്കുക, ഇതൊക്കെ നല്ല ശീലങ്ങളാണ് തടി കുറയ്ക്കാൻ. പിന്നെ ഉറക്കക്കുറവ് ഉണ്ടല്ലോ, അതൊക്കെ ഞാനിപ്പോ മധ്യവയസ്സിൽ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റിയാണ് ഇപ്പം ജസ്റ്റ് പറഞ്ഞത്. ഹോർമോണിന്റെ പ്രശ്നങ്ങളാണ്, സ്ട്രെസ് ഉണ്ടാകുന്നോണ്ടാണ്. അതുകൊണ്ട് ഫോണിന്റെ ഉപയോഗമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. ഫോൺ ഉപയോഗിക്കാതിരിക്കുക, ലാസ്റ്റ് സമയങ്ങളിൽ ചൂടുപാല് കുടിക്കുക, പ്രാർത്ഥിക്കുക, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മുറി, ഇരുട്ടോടെ വെട്ടത്തിന്റെ ഒന്നും അതിപ്രസരം ഇല്ലാതെ ശബ്ദമില്ലാതെയൊക്കെ മുറി ഇരുട്ടാക്കിയൊക്കെ ഉറക്കം ഈ പീരീഡിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ കുറേയൊക്കെ വിഷമങ്ങൾ മാറ്റി കിട്ടും. ഇനി നമ്മളിപ്പം കുറേ കാര്യങ്ങൾ വളരെ സ്പീഡിൽ ഞാൻ പറഞ്ഞു പോകാന്ന് എനിക്കറിയാം. അപ്പോ ശാരീരിക ആരോഗ്യത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് ഇത് എല്ലാം കൂടെ സംക്ഷിപ്തമായിട്ട് നമുക്കൊന്ന് പോയിന്റുകളായിട്ടൊന്ന് മനസ്സിൽ വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് നോക്കാം. ഞാന്
ഒരു സ്ലൈഡ് ഷെയർ ചെയ്യാം. നമുക്ക് ദാനിയൽ പ്ലാൻ എന്നൊരു പേരിട്ടിരിക്കുകയാണ്. ദാനിയൽ പ്ലാൻ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് ദാനിയലിനെ അറിയാം. ദാനിയേല് പറഞ്ഞ കാര്യം എന്താണ്? രാജഭോജനം കൊണ്ട് തന്നെത്താൻ മലിനമാക്കിയില്ല എന്ന് താൻ ഹൃദയത്തിൽ നിർണയിച്ചു, നിശ്ചയെടുത്തു അല്ലേ? അപ്പൊ അദ്ദേഹം രാജഭോജനം എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നത്തെ കാലത്ത് ചിന്തിച്ചാല് നമ്മുടെ വീടിന് പുറത്തുള്ള എല്ലാം രാജഭോജനം എന്ന് നമുക്ക് ചിന്തിക്കുക. ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങി കഴിക്കുന്ന സാധനങ്ങൾ, പൊറോട്ട മുതല് അല്ലെങ്കിൽ എന്താണ് കബാബ്, അൽഫാം, ഇല്ലാത്ത പേരുകളില്ലല്ലോ, മന്തി മുതലങ്ങ് കിടക്കുകയാണ്. അപ്പൊ ഇതെല്ലാം രാജഭോജനത്തിൽ പെടുന്നതാന്ന് ചിന്തിച്ചാല് നമ്മളെ മലിനമാക്കുന്നില്ല, പക്ഷെ നമ്മളെ അശക്തരാക്കുകയാണ്, നമ്മളെ രോഗികളാക്കുവാണെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യില്ല എന്ന് ഹൃദയത്തിൽ നിർണയിക്കുന്ന ഒരു കാര്യം. അങ്ങനെ പല കാര്യങ്ങൾ നമ്മുടെ ശരീരത്തെ ബലഹീനമാക്കില്ല എന്ന് നിർണയിക്കാനുള്ള ഓരോ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ ദാനിയേല് DANIEL ആണല്ലോ. ഒന്നാമത്തത് ഡയറ്റ് ആണ്. D ഫോർ ഡയറ്റ്. ഡയറ്റ്. ഇവിടെ ഒരു പ്ലേറ്റ് നിങ്ങൾക്ക് കാണാമല്ലോ. നമ്മൾ ചോറുണ്ണാൻ വേണ്ടി പോവുകയാണ്. ഉച്ചക്കത്തെ ഫുഡാണെന്ന് വിചാരിക്കുക. നമ്മൾ സാധാരണ എങ്ങനെയാണ് ചോറ് എടുക്കുന്നത്? നമ്മുടെ പാത്രവും ഈ പാത്രമായിട്ടൊന്ന് കമ്പയർ ചെയ്യുക. നമ്മളുടെ സാധാരണഗതിയിൽ നമ്മുടെ പാത്രത്തിൽ നിറഞ്ഞു കവിഞ്ഞ് ചോറുമായി സൈഡിൽ കൂടെ അല്പം കറികളും ഉണ്ടാവും. പക്ഷെ ഇതിനകത്ത് കണ്ടോ, ഇങ്ങനെ കഴിക്കണമെന്നാ പറയുന്നത്. ഹെൽത്തി ഡയറ്റ് ഈ രീതിയിലാണ്. ഒരു പ്ലേറ്റ് എടുത്താൽ അതിനെ 4ആയിട്ട് ഭാഗിക്കുക. അതിന് 4/1 ഭാഗത്ത് മാത്രമാണ് നമ്മൾ മെയിൻ ആയിട്ട് കഴിക്കുന്ന ആഹാരം. അത്രേ ആവശ്യമുള്ളൂ നമ്മുടെ ബോഡിക്ക്. പ്രത്യേകിച്ച് 40 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ മെറ്റബോളിസം കുറവാണ്. നമുക്ക് അത്രയും കുറച്ച് അന്നജമേ ആവശ്യമുള്ളൂ. നമ്മൾ ഒരുപാട് കൂടുതലാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പം ഈ ഫുഡ് കഴിക്കുമ്പോൾ ഒന്നാമത്തേതിനകത്ത് കാണിക്കുന്ന ചോറ്, ചപ്പാത്തി, ഇത് രണ്ടും കൂടെ കഴിക്കാനല്ല. ഒന്നുകിൽ ഇത്രയും ചോറ്, അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 2 ചപ്പാത്തി എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് വിശക്കില്ലേ? വിശക്കരുത്. നമ്മൾ വിശന്നിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ബാക്കി പാത്രത്തിൽ ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിക്കുന്നത്. രണ്ടാമത്തെ 1/4 4/1 കാണിച്ചിരിക്കുന്ന പ്രോട്ടീൻ ആണ്. അപ്പൊ ആദ്യത്തേത് കാർബോഹൈഡ്രേറ്റ് ആണ്, സ്റ്റാർച്ച് ആണ്, അല്ലെങ്കിൽ അന്നജമാണ്. രണ്ടാമത്തത് മാംസ്യമാണ്, പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻ കിട്ടുന്ന സാധനങ്ങൾ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തണം. അത് പരിപ്പ്, കടല, പയറുവർഗ്ഗത്തിൽപ്പെട്ട സാധനങ്ങൾ, സോയാബീൻ പോലത്തെയൊക്കെ ആവാം, മുട്ടയാകാം, മത്സ്യമാകാം, അല്ലെങ്കിൽ മീറ്റ് ആവാം, ഇറച്ചിയാവാം. ഇങ്ങനെ ഇതൊക്കെയാണ് പ്രോട്ടീന്റെ മെയിൻ ആയിട്ടുള്ള ആഹാര സാധനങ്ങൾ. അപ്പൊ നമ്മുടെ ഫുഡിൽ എപ്പോഴും നിർബന്ധമായിട്ടും ഒന്നുകിൽ പരിപ്പ്, പയറ്, അല്ലെങ്കിൽ മുട്ട, മീന്, ഇറച്ചി, ഇത് ഏതെങ്കിലും, നമ്മൾ നോൺ വെജ് ആണോ വെജ് ആണോ നമ്മുടെ സാമ്പത്തിക ഇതനുസരിച്ചൊക്കെ നമുക്ക് ഏത് രീതിയിലാണെങ്കിലും അത് ഉൾക്കൊള്ളിക്കുക. 4/1. പിന്നെ പകുതിയോളം വരുന്നത് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി, ഇത് വെജിറ്റബിൾസ് ആണ്. പച്ചക്കറികൾ ധാരാളമായിട്ട് നമ്മൾ നമ്മുടെ ഉച്ചക്കത്തെ ഫുഡിൽ, മെയിൻ ഫുഡിൽ ഉൾപ്പെടുത്തുക. പകുതിയോളം, നമ്മുടെ പാത്രത്തിന്റെ പകുതി നമ്മൾ പച്ചക്കറികൾ കഴിക്കണം. അപ്പൊ ഇതിനകത്താണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിന് നമുക്ക് പ്രായമാകാതിരിക്കാനും നമ്മൾ നല്ല ആരോഗ്യമായിട്ടിരിക്കാനും വേണ്ട വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ ഇതിനകത്ത് നിന്നാണ് കിട്ടുന്നത്. വൈറ്റമിൻ A2, നമ്മൾ പറയത്തില്ല A to Z നമ്മൾ കളിയാക്കി പറയുന്ന എല്ലാ വൈറ്റമിൻസും തന്നെ ഇതിനകത്ത് കിട്ടും. ധാതു ലവണങ്ങൾ, മഗ്നീഷ്യം, സിങ്കും, കാൽഷ്യം, അങ്ങനെ എല്ലാം ഇതിനകത്തുണ്ട്. ഇപ്പം വിവിധങ്ങളായ പച്ചക്കറികൾ നമുക്ക് ഏതാണോ നമ്മൾക്ക് അവൈലബിൾ ആയിരിക്കുന്നത് മാക്സിമം നമ്മൾ ഉപയോഗിക്കുക. പിന്നെ ഇതിനകത്ത് സാലഡായിട്ട് യൂസ് ചെയ്യാം, സാലഡ് പോലെ ആക്കാം. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ അല്പം ഫ്രൂട്ട്സും കൂടെ, ഫ്രൂട്ട്സ് ഒത്തിരി വേണ്ട, കാരണം ഷുഗർ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് ഫ്രൂട്ട്സും കൂടെ ഉൾപ്പെടുത്തി പച്ചക്കറികളും ഫ്രൂട്ട്സും എന്നുള്ള രീതിയിലേക്ക് പോവുക. അപ്പൊ D ഫോർ ഡയറ്റ്. രണ്ടാമത് ആക്ടിവിറ്റിയാണ്. ഞാൻ ആക്ടിവിറ്റിയെ പറ്റി ധാരാളം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ സമയമില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതിന്റെ ഇമ്പോർട്ടൻസ് വളരെ വളരെയാണ്. അപ്പം മറന്നു പോകാതിരിക്കാനാണ് ഡാനിയലിന്റെ A ഫോർ ആക്ടിവിറ്റി. N ഫോർ നോ ടു അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തോട് നമ്മൾ പർട്ടിക്കുലർ ആയിട്ട് അഡിക്ഷൻ വെക്കാതിരിക്കുക. പഞ്ചസാര കൂടിയേ പറ്റൂ, അല്ലെങ്കിൽ ചായ എത്ര എണ്ണം കുടിച്ചേ പറ്റൂ, അങ്ങനെയൊക്കെ കുറെ അഡിക്ഷൻസ്. ആണുങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ വേറെ കാര്യങ്ങളിലേക്ക് പോകും. ചീത്ത ശീലങ്ങൾ സ്ത്രീകളിലത് ഇല്ലാന്ന് വിചാരിക്കുന്നു. മദ്യപാനവും പുകവലിയും മുറുക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പാടില്ല. അതോടൊപ്പം തന്നെ നമ്മൾ ഉറക്ക ഗുളികളോടും അഡിക്ഷൻ ആകാൻ പാടില്ല. അങ്ങനെ അഡിക്ഷൻ ഉണ്ടാവില്ല എന്ന്, അഡിക്ഷനിലേക്ക് ഞാൻ പോകില്ല എന്നുള്ളത് നമ്മൾ ഹൃദയത്തിൽ നിശ്ചയിക്കുക. ഇൻസ്പെക്ഷൻ, ഇത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞല്ലോ. നമ്മൾ വർഷത്തിലൊന്നും അല്ലെങ്കിൽ ആവശ്യമെങ്കിൽ അതിൽ കൂടുതലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യണം. തൈറോയിഡിന്റെയും ഷുഗറിന്റെ, പ്രഷറിന്റെ, അതുപോലെ ഹാർട്ടിന്റെ ECG എടുക്കലോ എക്സ്റേ എടുക്കലോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ സ്ക്രീനിങ് ടെസ്റ്റുകൾ, നമ്മൾ ക്യാൻസറിന്റെ ഒക്കെ കണ്ടു, അങ്ങനെയൊക്കെയുള്ള നമുക്ക് ഇൻസ്പെക്ഷൻ ചെയ്യാം. അതാണ് അടുത്തത് E ഉണ്ട്. നേരത്തെ മറ്റേതിന്റെ കൂട്ടത്തിൽ പറയണം, ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതിരുന്ന് മാത്രമേ ഉള്ളൂ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യമാണ് വെള്ളം കുടിക്കുക എന്നുള്ളത്. അത് നമ്മളൊരു ദിവസം എത്ര ഗ്ലാസ് വെള്ളം കുടിക്കുക? നമ്മൾ എല്ലാവരും പറയാം ഇഷ്ടം പോലെ വെള്ളം കുടിക്കുന്നുണ്ട്. നമ്മൾ ആരെങ്കിലും അളന്ന് നോക്കാറുണ്ടോ?
നമ്മൾ ഒരു 2.5 മുതൽ 3 ലിറ്റർ വരെ, 2-2.5 ഇതിനകത്ത് കാണിച്ചിരിക്കുന്നു, എങ്കിലും ഒരു 3 ലിറ്റർ വരെ എങ്കിലും നമ്മൾ വെള്ളം കുടിച്ചാലേ നമ്മുടെ ശരീരത്തിന് അതുകൊണ്ട് പ്രയോജനമുള്ളൂ. നമ്മുടെ ശരീരം അല്ലെങ്കിലുണ്ട്, നമ്മൾ ഈ ദാഹിക്കുമ്പോഴാണ് നമ്മൾ പൊതുവെ വെള്ളം കുടിക്കുന്നത്. ദാഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ഓൾറെഡി ഡീഹൈഡ്രേറ്റഡ് ആണ് എന്നാണ് അത് കാണിക്കുന്നത്. നിർജ്ജലീകരണം നമ്മുടെ ശരീരത്തിൽ സംഭവിച്ചു കഴിഞ്ഞു. അത് നമ്മുടെ ഓരോ കോശങ്ങളിലും ആ ജലാംശം കുറവുണ്ട്. നമ്മുടെ ബ്രെയിനിന് പോലും ആവശ്യത്തിന് സർക്കുലേഷൻ കിട്ടാതിരിക്കുന്ന അവസ്ഥയാണ്. അത് നമുക്ക് ക്ഷീണമൊക്കെ തോന്നുന്നത്, തലവേദന വരുന്നതൊക്കെ. അപ്പൊ നമ്മുടെ ശരീരത്തെ എപ്പോഴും നല്ല ജലാംശമുള്ളതാക്കി നിലനിർത്തണം. അതിന് ദാഹിക്കുമ്പോഴല്ല വെള്ളം കുടിക്കേണ്ടത്. അത് ഞങ്ങളോട് കഴിഞ്ഞ ദിവസം ഒരു കൺസൾട്ടേഷന് പോയപ്പോൾ, വേറൊരു ആവശ്യത്തിന് പോയപ്പോൾ ഒരു ഡോക്ടർ, ഒരു ആയുർവേദ ഡോക്ടർ പറഞ്ഞു തന്നൊരു കാര്യമാണ്. അദ്ദേഹം എപ്പോഴും കയ്യിൽ കുപ്പി കരുതും. കുപ്പി കരുതിയിട്ട് ഞങ്ങളോട് ചോദിച്ചു വെള്ളം കുടിക്കും. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ എപ്പോഴും വെള്ളം കുടിക്കാറുണ്ട്, ഞങ്ങൾ എപ്പോഴും കൊണ്ടു നടക്കാറുണ്ടെന്ന് പറഞ്ഞു. നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ കാറിലുണ്ടെന്നുണ്ട്. അങ്ങനെ പോയതാ, നിങ്ങൾ എവിടെ പോകുന്നു, നിങ്ങളുടെ കയ്യിൽ കുപ്പി ഉണ്ടാകും. ഡോക്ടർ കാണിച്ചു തന്നു, അദ്ദേഹത്തിന് സൈഡിലിരിക്കുകയാണ്. പറയും ഇടയ്ക്കിടയ്ക്കാണ് വെള്ളം കുടിക്കേണ്ടത്. ഒറ്റ ട്രിപ്പിന് ഒരു അരക്കുപ്പി അങ്ങ് കുടിക്കുക, അങ്ങനെയല്ല. അതപ്പം പെട്ടെന്ന് ബ്ലഡിൽ കടന്നു, അതങ്ങ് യൂറിനായിട്ട് അങ്ങ് പോകും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സിപ്പ് ചെയ്ത് 2-3 കവിള് വെള്ളം കുടിച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ കോശങ്ങളിലും ആവശ്യമായ ജലാംശം, അത് ബ്ലഡ് അങ്ങോട്ട് ചെല്ലാനും നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ അന്നേരം തന്നെ നിഷ്കാസനം ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യും. ഒരുപാട് രോഗങ്ങള് നമുക്ക്, പഴുപ്പ്, മൂത്രത്തിലെ കല്ല് എന്നുള്ളത് മെയിൻ ആയിട്ട്. പിന്നെ തന്നെയല്ല, നമുക്ക് നല്ല ഉണർവും ഉന്മേഷവും തരാൻ, തലവേദന മാറാനൊക്കെ. തലവേദന വന്നാൽ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ 2-3 ഗ്ലാസ് വെള്ളം കുടിക്കുക. അപ്പൊ തന്നെ പകുതി ആശ്വാസം വരുമെന്ന് നമ്മൾ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ വെള്ളം കൂടി മറന്നു പോകണ്ട. E ഫോർ ഇനഫ് വാട്ടർ. L, ദാനിയന്റെ ലാസ്റ്റ് വേർഡാണ്. L ഫോർ ലൈറ്റ്. ലൈറ്റ് എന്ന് പറയുമ്പോൾ വെയിൽ കൊള്ളുക അല്ലേ? നമുക്കറിയാം വൈറ്റമിൻ ഡിയുടെ നല്ല സോഴ്സ്. നമ്മൾ ആഹാരത്തിൽ എത്ര കഴിച്ചാലും അത് അധികവും നമ്മുടെ ബോഡിയിലേക്ക് കയറില്ല. നമുക്ക് വൈറ്റമിൻ ഡി കിട്ടാൻ നമ്മൾ വെയിൽ കൊള്ളണം. അത് ഇളവെയിലാണ് കൊള്ളേണ്ടത്. 10 മണിക്ക് മുന്നേയും അതുപോലെ ഒരു 4 മണിക്ക് ശേഷമുള്ള ഇളവെയിൽ ധാരാളമായിട്ട് കൊള്ളാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അത് നമുക്ക് അറിയാമല്ലോ. അപ്പം വെയിൽ കൊള്ളുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് കുഞ്ഞുങ്ങളിൽ വരെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വളരെ സിവിയർ ആണ്. വൈറ്റമിൻ ഡി ഒരു 30 മുതൽ 50 നാനോഗ്രാം ആണ് നോർമൽ ആയിട്ട് ഒരാൾക്ക് വേണ്ടത്. പലപ്പോഴും ചെക്ക് ചെയ്യുമ്പോൾ 3ഉം 7ഉം ഒക്കെയാണ് ഓരോരുത്തരുടെ വാല്യൂസ്. അപ്പൊ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണേ. നിങ്ങൾക്ക് ക്ഷീണമോ വേദനകളോ ഒക്കെ കൂടെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആദ്യം പോയി, ഇച്ചിരി പൈസ ആവും എങ്കിലും സാരമില്ല, വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യുക. അതിന്റെ സപ്ലിമെന്റ് ഒക്കെ എടുക്കുമ്പോൾ അത് കുറയും. പിന്നെ എല്ലിന് ഞാൻ ഒരെണ്ണോട് ഇട്ടിരിക്കുന്നത് ലെഷർ എന്നുള്ളതാണ്. ലെഷർ എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്രമ വേളകളാണ് ഇവിടെ വീണ്ടും പറഞ്ഞിരിക്കുന്നത്. ഉറക്കവും വിശ്രമവും ഒക്കെ നമ്മൾ നിശ്ചയിക്കണം. നമ്മളായിട്ട് സമയം കണ്ടെത്തിയാലേ നമുക്ക് ആവശ്യത്തിന് ഉറങ്ങാൻ പറ്റുള്ളൂ. നമ്മളായിട്ട് സമയം മാറ്റി വെച്ചാലേ നമുക്കൊന്ന് റിലാക്സ് ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ. അത് നമ്മളുടെ തീരുമാനമായിരിക്കണം. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം, എങ്കിലും നമുക്ക് മറ്റെന്ന് വിചാരിക്കുന്നു. ഡാനിയൽ പ്ലാൻ. D ഫോർ ഡയറ്റ്, A ഫോർ ആക്ടിവിറ്റി, N ഫോർ നോ ടു അഡിക്ഷൻ, E ഫോർ ഇനഫ് വാട്ടർ, L ഫോർ ലൈറ്റ് ആസ് വെൽ ആസ് അതുപോലെ ലിഷർ. അപ്പൊ ഇത്രയും പോയിന്റ് ആണ് നമ്മൾ ഓർക്കുന്നത്. ഇനി നമ്മളിപ്പം പറഞ്ഞത് ശാരീരിക ആരോഗ്യത്തെ പറ്റിയാണല്ലോ നമ്മൾ പറഞ്ഞു വന്നത്. കണ്ടിന്യൂ ചെയ്യാം. നമുക്കിനി കുറച്ച് സമയം കൂടി ഉള്ളൂ. മാനസിക ആരോഗ്യത്തെ പറ്റിയും കൂടെ നമുക്ക് പെട്ടെന്ന് നോക്കാം. മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഉള്ളിലെ സമാധാനമാണ് മാനസിക ആരോഗ്യം. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ഉണ്ടായ കാലം, പഠിക്കുന്ന കാലത്ത് പഠനത്തിൻ്റെത് അല്ലേ, പിന്നെ ജോലി കിട്ടിയ ജോലിയുടേത്, എന്നിട്ട് കല്യാണം പറഞ്ഞാൽ അവരുടെ സ്ട്രെസ്സോ ഡിസിഷൻ മേക്കിങ്, പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഒരു 10, 40, 50 വയസ്സാകുമ്പോൾ നമുക്ക് സ്ട്രെസ് വരാനുള്ള മറ്റൊരു കാര്യമാണ് എംപ്റ്റി നെസ്റ്റ് സിൻഡ്രോം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞ കിളിക്കൂടുകൾ. മക്കള് ഹോസ്റ്റലിലേക്ക്, ഇന്നത്തെ കാലം പറഞ്ഞാല് വിദേശങ്ങളിലേക്കൊക്കെ അവർ ചേക്കേറി പോകുമ്പോൾ വീട് ശൂന്യമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ട്രെസ്. പിന്നെ ഒരു സാൻഡ്വിച്ച് ജനറേഷൻ ആണ് നമ്മളുടെ ഈ പ്രായം എന്ന് പറഞ്ഞാൽ. മുകളിൽ നമ്മുടെ ഒത്തിരി ഹെൽപ്പ് വേണ്ട മാതാപിതാക്കൾ, താഴെ നമ്മുടെ കെയർ വേണ്ട മക്കൾ. ഇതിന് നടുക്ക് നമ്മളൊരു ഞെരുങ്ങിയ അവസ്ഥയിലാണ്, സാൻഡ്വിച്ച് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതിന്റെ കൂടെയാണ് നമുക്കൊരു ഐഡന്റിറ്റി ക്രൈസിസ് വരുന്നത്. നമ്മൾ കുറെ ജോലികളൊക്കെ ചെയ്ത് നമ്മൾ ഇങ്ങനെ നടക്കുമ്പോൾ ഇടയ്ക്ക് നമുക്ക് തോന്നും, ഞാൻ ആരാ, ഞാൻ എന്തിനാ, ഞാൻ വേറെ ഒരു അമ്മയായിട്ട് അങ്ങനെ ജീവിച്ചെന്റെ ജീവിതം ഇതിലൊരു ഭാര്യയായിട്ടല്ല ജോലികൾ ചെയ്തങ്ങ് തീരുവാണോ, അങ്ങനെയൊക്കെയുള്ളൊരു ചോദ്യങ്ങളൊക്കെ മനസ്സിൽ വരാം. പിന്നെ ഭയം വരാം. രോഗം ഉണ്ടാവുമോ, രോഗം വന്നാൽ എന്ത് ചെയ്യും, മരണത്തെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചൊക്കെ നമുക്ക് ഭയം ഉണ്ടാവും. ഇതെല്ലാം നമ്മുടെ മനസ്സിന്റെ സമാധാനത്തെ മാറ്റും. പക്ഷെ നമുക്ക് സൈക്കോളജിസ്റ്റുകൾ അല്ലെങ്കിൽ ഈ ലോകപ്രകാരം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ദൈവവചനത്തിൽ ധാരാളം നമുക്ക് വേണ്ട കാര്യമാണ്, നമുക്ക് അറിയാവുന്ന വാക്ക് തന്നെയാണ് നമുക്ക് ഇതിനുള്ള മരുന്ന്. ഫിലിപ്പിയർ 4:6-7 വരെ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥിക്കാനും സ്തോത്രത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുക. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ആ വചനം നമുക്കെല്ലാം അറിയാലോ അല്ലേ? അപ്പൊ നമ്മുടെ
ബുദ്ധിയെ ബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനം നമുക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പം വിചാരപ്പെടുക എന്നതൊരു പാപമല്ല. പക്ഷെ വിചാരത്തിൽ തന്നെ നമ്മൾ ജീവിക്കുവാണെങ്കിൽ വിശ്വാസക്കുറവാണ്, അല്ലെ? വിശ്വാസക്കുറവുകൊണ്ടാണ് നമ്മൾ അതിൽ തന്നെ നിൽക്കുന്നത്. നമ്മളിങ്ങനെ പറയും നമുക്ക് ചിന്തകളെ നമുക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല, പക്ഷെ ആകുലത്തിൽ നമ്മൾ തുടരാൻ പാടില്ല. അപ്പം പ്രോവേർബ്സ് 4 സദൃശവാക്യം 4:23 പറയുന്നു, പൂർണ്ണ ജീവന്റെ ഉറവുകൾ അതിൽ നിന്നല്ലോ പുറപ്പെടുന്നത്. ഹൃദയം എന്ന് വെച്ചാൽ മനസ്സ്, അല്ലേ? മനസ്സാണല്ലോ, അല്ലാതെ പമ്പ് ചെയ്യുന്ന സംഭവം അല്ലല്ലോ. മനസ്സിനെ നമ്മൾ കാക്കണം. കാരണം ജീവന്റെ ഉറവ്, നമ്മൾക്ക് എനർജി, നമ്മള് നല്ല ഓജസ്സോടെ ഇരിക്കുന്നത് നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ് ശരിയാകുമ്പോഴല്ലേ. അപ്പൊ ഒന്നാമത്തെ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം നമ്മൾ ചിന്തിക്കുമ്പോൾ, ഒന്നാമത്തെ ഒരു പോയിന്റ് ആയിട്ട് ഞാൻ പറയാം, നമ്മുടെ ചിന്തകളെ നമ്മൾ നിയന്ത്രിക്കുക. ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റുമോ? 2 കൊരിന്ത്യർ 10:5 നമ്മുടെ എല്ലാ ചിന്തകളെയും നമ്മളുടെ നിലവുകളെയൊക്കെ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കണം, അല്ലെ പിടിച്ചടക്കുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അവിടെ ചെടികളുണ്ട്, പക്ഷെ അതിനോടൊപ്പം ഒരുപാട് കളകളും ഉണ്ട്. അപ്പൊ ആ കള പറിച്ചില്ലെങ്കിൽ ചെടി നന്നായിട്ട് വളരില്ല. അപ്പം ഈ നെഗറ്റീവ് ചിന്തകളാണ് ഈ കളകൾ. എന്നെ ആർക്കും വേണ്ട, ഞാനൊരു പരാജയമാണ്, പിന്നെ നാളെ എന്ത് സംഭവിക്കും, അങ്ങനെ വന്നാൽ എന്താവും എന്നൊക്കെയുള്ള നമ്മുടെ ആകുലതകള്, നമ്മുടെ എന്താണ് വിഷാദ ചിന്തകളൊക്കെ കളയാണ്. അപ്പൊ അത് വരുമ്പോ നമ്മള് ഒരു നെഗറ്റീവ് ചിന്ത വരുമ്പോ നമ്മളെ തന്നെ, അല്ലെ, പിടിച്ചടക്കണമെന്നാ പറയണേ. നമ്മളെ തന്നെ നമ്മൾ ഓർക്ക് നിർത്തന്ന് പറയണം. നമ്മളിങ്ങനെ പറയില്ലേ, ഈ എന്താണ് പക്ഷികൾ നമ്മുടെ തലയുടെ മുകളിൽ കൂടെ പോകരുതെന്ന് പറയാൻ നമുക്ക് പറ്റുമോ? പക്ഷികൾ നമ്മുടെ തലയുടെ മുകളിൽ കൂടെ പറക്കും, പക്ഷെ അത് നമ്മുടെ തലയുടെ മുകളിൽ വന്ന് കൂട് വെക്കാൻ നമ്മൾ അനുവദിച്ചാലേ അത് കൂട് വെക്കുള്ളൂ. പക്ഷികളെ കൂട് വെക്കാൻ, അല്ലെ, നമ്മുടെ ഈ ചിന്തകളെ നമ്മുടെ ഉള്ളിൽ അങ്ങനെ കൂട് വെച്ചിരിക്കാൻ നമ്മൾ സമ്മതിക്കരുത്. ഇപ്പൊ നിർത്തുന്ന പറയാന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ഓടിച്ചു കളഞ്ഞാൽ അതങ്ങനെ മാറി അങ്ങ് നിൽക്കില്ല. അതിലൂടെ ആ സ്ഥലത്ത് നമ്മൾ ദൈവവചനം കൊണ്ട് അതിനാണ് നമ്മൾ ദൈവവചനം ധാരാളമായിട്ട് നമ്മൾ മനപ്പാടാക്കണം. നമുക്ക് സാധാരണ സൗര്യമാർക്ക് ചിലപ്പോൾ തോന്നിയൊക്കെ എന്നെ ശ്രദ്ധിക്കില്ല, എനിക്ക് ആരും ഇല്ല എന്നൊക്കെ തോന്നുന്ന അവസ്ഥകൾ വന്നേക്കാം. അപ്പം ദൈവവചനം ഓർക്കണം, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. ഇബ്രാഹിം അല്ലെ 13:5 പറയാം, ഞാൻ നിന്നെ, കർത്താവിന്റെ വചനം നമ്മുടെ ഉള്ളിൽ അങ്ങനെ പ്രതിധ്വനിക്കണം, ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ല. അതിങ്ങനെ നമ്മൾ കേൾക്കണം. അതുപോലെ ചില സമയത്ത് നമുക്ക് പലതിനെ പറ്റി പേടി തോന്നാം, എന്താവും, എങ്ങനെയാവും, അതങ്ങനെ അങ്ങനെ എന്ത് ചെയ്യും എന്നൊക്കെ തോന്നുന്ന സമയത്ത് യെശയ്യാവിന്റെ പുസ്തകത്തില് കർത്താവ് പറയുന്ന 41:10 പറയുന്നില്ലേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആ വാക്യമേ നമ്മുടെ എല്ലാ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും, അല്ലേ? നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുമ്പോൾ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആ ഒരു വാക്യം നമുക്ക് തരുന്ന ബലം ഭയങ്കരമാണ്. അപ്പൊ ഇങ്ങനെ അനേകം വചനങ്ങളുണ്ട്, അനേകം വചനങ്ങൾ. അത് നമ്മുടെ ചിന്തകളെ നിയന്ത്രിച്ചുകൊണ്ട് അതിനെ ആ കളകളെ പിഴുതിട്ട് നല്ല ചെടികളെ ഇങ്ങനെ നട്ട് നമ്മുടെ പൂന്തോട്ടം, അല്ലെ, നമ്മുടെ മനസ്സ് നല്ല ഭംഗിയുള്ള സമാധാനമുള്ള ഒരു സംഭവമാക്കി തീർക്കാം. രണ്ടാമത്തെ ഒരു കാര്യം ക്ഷമിക്കുക എന്നുള്ളതാണ്. നമ്മള് ക്ഷമിക്കുന്നവരാണോ? നമുക്ക് കഴിഞ്ഞ കാലത്ത് എന്തെല്ലാം, നമ്മളൊക്കെ ഇത്രയും വർഷങ്ങളൊക്കെ ജീവിച്ചു, എന്തെല്ലാം പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടല്ലേ? നമുക്ക് ആരോടൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭർത്താവിനോടാകാം, മക്കളോടാകാം, ബന്ധുക്കളോടാവാം, ജോലി സ്ഥലത്താവാം, സഭയിലാകാം. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടന്നതിന്റെ എല്ലാം മുറിവുകൾ നമുക്കുണ്ടാവാം. പക്ഷെ അത് മനസ്സിൽ കൊണ്ടു നടന്നാല് നമ്മുടെ ശരീരത്തിൽ തന്നെ മോശമാണ്. നമുക്ക് BP വരാം, ഷുഗർ വരാം, നടുവേദന വരെ വരുന്നെന്നാണ് പറയുന്നത്, ഈ കയ്പ് മനസ്സിൽ ഇരുന്നിട്ടേ. അപ്പൊ എഫിഷ്യൻസ് 4:31 മുതൽ 32 വരെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, എല്ലാ കയ്പും കോപവും നിങ്ങളെ വിട്ട് നീങ്ങിപ്പോവട്ടെ. കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ നമ്മളെ വിട്ട് നീങ്ങിപ്പോവട്ടെ. എന്നിട്ട് പരസ്പരം ദയയും മനസ്സിലും ഉള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തമ്മിൽ ക്ഷമിച്ചു. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു കാര്യം ചിന്തിക്കാവുന്നത്, നമ്മളിപ്പോ ഒരാളോട് ക്ഷമിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്തോ വലിയൊരു ഔദാര്യം ചെയ്തു, ഞാൻ അയാളോട് ക്ഷമിച്ചു എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഈ ക്ഷമിക്കുമ്പോൾ ആക്ച്വലി അത് ഗുണപ്പെടുന്നത് ആ ആൾക്കല്ല, നമുക്ക് തന്നെയാണ്. നമുക്കാണ് സമാധാനം വരുന്നത്, നമുക്കാണ് അതിന്റെ നന്മ വരുന്നത്. അതുകൊണ്ട് നമുക്ക് ക്ഷമിക്കാം. പിന്നെ ഒരു കാര്യം സംസാരിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിന്റ് ആണ്, ഭാരം ഇറക്കി വെക്കുക, അല്ലെ? പത്രോസ് അപ്പോസ്തലന്റെ ലേഖനത്തിൽ 1 പത്രോസ് 5:7 നമുക്കറിയാം, നമ്മുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ എന്ന് പറഞ്ഞ കർത്താവിനോട് പറയാം, ദൈവത്തോട് പറയാം. നമുക്ക് കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്ന വിശ്വസ്തയായിരിക്കുന്ന ഒരു സഹോദരിയോട് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അല്ലെ? ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ ദുഃഖം പകുതിയാവും, ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ സന്തോഷം ഡബിൾ ആവും. നമ്മുടെ ദുഃഖത്തെ പകുതിയാക്കാൻ നമുക്ക് ഷെയർ ചെയ്യാം. ഈ മനസ്സിൽ ഈ വിഷമം ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ അതൊരു ക്യാൻസർ പോലെയാണെന്ന് പറയുന്നത്. അത് അവിടെ ഇരുന്ന് പെരുകി നമ്മുടെ മനസമാധാനവും പോകും, നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം പോകും. അത് ഉള്ളിലിരുന്ന് അത് നമ്മൾ തിന്നു തീർക്കും, പിന്നെ അത് വിഷാദമായിട്ട് മാറും. അതുകൊണ്ട് നമുക്കത് ഷെയർ ചെയ്യാം.
പിന്നെ ഒരു കാര്യം നമുക്ക് ചെയ്യാവുന്നത് നോ പറയാൻ പഠിക്കുക എന്നുള്ളതാണ്. എല്ലാത്തിനും ഒരു അതിര് വെക്കുക. നമ്മൾ ചിന്തിച്ച മർക്കോസ് 1:35 യേശു കർത്താവ് എല്ലാവരും സൗഖ്യമാക്കിയിട്ട് നേരം വെളുക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പോയി. പക്ഷെ ആൾക്കാർ വിടുന്നില്ല, പുറകെ കൂടി ആൾക്കാർ അന്വേഷിച്ച് വന്നപ്പോൾ കർത്താവ് വേഗം അടുത്ത ഊരിലേക്ക് പോയി എന്നാണ് പറഞ്ഞത്. കർത്താവ് പിന്നെ അവരുടെ ഇടയ്ക്കൽ വന്ന് അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയല്ല, കർത്താവ് അവിടെ ഒരു നോ പറഞ്ഞതായിട്ട് നമുക്ക് അതിന് മനസ്സിലാക്കാം. അപ്പൊ എപ്പോഴും എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി നോക്കിയാൽ നമ്മൾ തകർന്നു പോകും. ചില സമയങ്ങളിലെങ്കിലും നമ്മൾ നോ പറയേണ്ടി വരും. ഇപ്പൊ എനിക്ക് പറ്റില്ല, ഇന്ന കാരണം കൊണ്ട് പറ്റില്ല എന്ന് നമുക്ക് പറയാം. അതിന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എനിക്കിത് പറ്റുമോ ഇല്ലയോ എന്ന് ഞാൻ പറയാന്ന് വെച്ചാൽ നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യാം. ഒന്നുകിൽ നമുക്ക് നോ പറയാല്ലേ നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു പാപമായിട്ടൊന്നും ചിന്തിക്കേണ്ട കാര്യമല്ല. അതൊക്കെ ഒരു ജ്ഞാനത്തിന്റെ ഒരു ഒരു സ്റ്റെപ്പായിട്ട് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ 4 പോയിന്റ് നമ്മൾ പറഞ്ഞു. ഇനി 5-മതൊരു കാര്യം വിശ്രമിക്കുക, സന്തോഷിക്കുക. നമ്മൾ നേരത്തെയും കണ്ടല്ലോ, സദൃശവാക്യങ്ങളിൽ പറയുന്ന സന്തോഷമുള്ള ഹൃദയം നല്ല ഔഷധം. സന്തോഷിക്കാനുള്ള വകകൾ കണ്ടെത്തുക. നമ്മൾ വിശ്രമിക്കുക എന്ന് പറയുമ്പോൾ ഓടിപ്പോയി കിടക്കുക, അല്ലെങ്കിൽ സീരിയൽ കണ്ട്, അല്ലെങ്കിൽ മൊബൈൽ നോക്കുക എന്നുള്ളതൊന്നും അല്ല. നല്ല നല്ല പുസ്തകങ്ങൾ വായിച്ച് നമ്മുടെ ചിന്തകൾ, ഈ നമ്മൾ ഈ മൊബൈലിലൊക്കെ കാണുമ്പോൾ നമ്മുടെ ചിന്തകളൊന്നും അങ്ങനെ വളരുന്നില്ല. അതേസമയം ഒരു പുസ്തകം വായിക്കുവാണെങ്കിൽ നമ്മളുടെ ക്രിയേറ്റിവിറ്റി, നമ്മളുടെ എന്താണ്, നമുക്ക് സങ്കല്പിക്കാനുള്ള കഴിവുകളൊക്കെ ഇങ്ങനെ വികസിക്കുമെന്നാണ് പറയുന്നത്. നല്ല പുസ്തകം വായിക്കുക, പാട്ട് കേൾക്കുക, നമ്മുടെ ഹോബി എന്താണോ അത് ചെയ്യുക. കൊച്ചുമക്കളൊക്കെ ഉണ്ട്, അവരോട് കൂടെ കളിക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് കൂടുതൽ സന്തോഷകരമായ കാര്യങ്ങൾ നമ്മൾ മനഃപൂർവ്വം, ചിലർക്കൊക്കെ ടൂർ പോകുന്നതായിരിക്കും, എങ്കിൽ അതും പോകണം എന്നുള്ളതാണ് മാനസിക ആരോഗ്യത്തിന് പറയുന്നത്. ഇടയ്ക്കൊക്കെ ഒരു ബ്രേക്ക് എടുത്തൊരു ടൂറൊക്കെ പോകണം, ഒരു ഔട്ടിങ്ങിന് പോകണം. പിന്നെ മാനസികാരോഗ്യത്തിൽ ഇന്നത്തെ കാലത്ത് ഇന്നിന്റെ ഒരു ആവശ്യമാണ് സ്ക്രീൻ സമയം കുറയ്ക്കുക എന്നുള്ളത്. സ്ക്രീൻ സമയം കുറച്ചിട്ട് കൂട്ടായ്മ കൂട്ടുക. നമുക്കിപ്പം നോക്കിയ വാട്സാപ്പ്, ഫേസ്ബുക്ക്, പിന്നെ ഇപ്പം കൊച്ചുപിള്ളേരാണെങ്കിൽ കൂടുതലും നമ്മളുടെ എന്താണ് ഓരോ കാര്യങ്ങളിലൊക്കെ അവരിങ്ങനെ ഇൻവോൾവ് ആണ്. അപ്പൊ സഹോദരിമാരും മുതിർന്ന സഹോദരിമാരും ഒട്ടും കുറവല്ലെന്നാണ് കരുതപ്പെടുന്നത്. ഒരു 2 മണിക്കൂറൊക്കെ നമ്മൾ ഡെയിലി ചിലപ്പോൾ സ്ക്രോൾ ചെയ്യുന്നുണ്ടോ നമ്മൾ അറിയുന്നില്ല പല സമയങ്ങളായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ സംഘർഷങ്ങളെ കൂട്ടും. ഇൻസ്റ്റാഗ്രാമിലും അവിടെ ഇവിടെയൊക്കെ ഓരോരുത്തര് സ്റ്റാറ്റസും ഒക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോഴേ നമ്മളത് സ്ക്രോൾ ചെയ്ത് കാണുമ്പോൾ അവരെല്ലാം അവരുടെ നല്ലത് മാത്രമായി കാണിക്കുന്നുള്ളൂ, അല്ലെ? അവരുടെ സംഘർഷങ്ങളോ അവരുടെ പ്രശ്നങ്ങളോ സാധാരണ ആരും കാണിക്കാറില്ല. അവർ കാണിക്കുന്ന അവരുടെ ഹൈലൈറ്റ് റീൽസ് ആണ് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ഉടനെ നമ്മളുമായിട്ട് കമ്പയർ ചെയ്യും. അവർക്ക് അങ്ങനെയൊക്കെ പറ്റുന്ന എനിക്കതില്ലല്ലോ. അതാണ് നമ്മുടെ ചിന്ത ഓട്ടോമാറ്റിക്കലി വരുന്നത്. നമ്മൾ എത്ര ആത്മീയരാണെന്ന് പറഞ്ഞാലും അങ്ങനെയൊക്കെ വരും. അതുകൊണ്ട് അങ്ങനെയൊന്നും ഒത്തിരി പോകാതിരുന്ന അത്രയും മനസ്സമാധാനം നമുക്ക് കിട്ടും. അപ്പൊ നമ്മള് എന്താ പറയുന്നത്, അതേസമയം സ്ക്രീൻ സമയം കുറച്ചാൽ മാത്രം പോരാ, നമ്മുടെ കൂട്ടായ്മ, സഹോദരിമാരും ഒക്കെ ആയിട്ടുള്ള കൂട്ടായ്മ കൂട്ടണം. നമ്മൾ രാത്രി 9-ന് ശേഷം ഒരു ഫോണ് പിന്നെ നോക്കുന്ന മാറ്റി വെച്ച ഒരു സഹോദരിയെ വിളിച്ചാൽ അത്രയും പ്രശ്നമില്ല. ഒരു കുടുംബത്തോട് സംസാരിക്കുക, ബൈബിൾ വായിക്കുക. എബ്രായർ 10:25 കാണുന്ന പോലെ, നാം ചിലർ ചെയ്യുന്ന പോലെ സ്വന്തം കൂട്ടായ്മ ഉപേക്ഷിക്കാതെ അന്യോന്യം ആശ്വസിപ്പെന്ന് പറഞ്ഞ കാര്യം നമുക്ക് ഓർക്കാം. നമ്മൾ മാനസികമായിട്ട് നമ്മളുടെ വെൽനെസ്, നമ്മുടെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. നമുക്കറിയാം, ശരീരവും മനസ്സും തമ്മിൽ അഭേദ്യമായ ബന്ധമാണ്, ഒരു വാതിൽ പോലെയാണ്. ഒന്ന് രോഗമായ മറ്റേതിനെയും ബാധിക്കും. നമ്മൾ നിരന്തരം നമുക്ക് സ്ട്രെസ് ഉണ്ടായ, ടെൻഷൻ ഉണ്ടായ ശരീരത്തിലൊരു കോർട്ടിസോൾ എന്നൊരു ഹോർമോൺ ഉണ്ടാക്കും. അത് ഷുഗർ, BP, അതുപോലെ തടി വെക്കുന്നത്, ഉറക്കക്കുറവിനെല്ലാം കാരണമാകും. തൈറോയ്ഡ് പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര വിഷാദം, ദേഷ്യം, അങ്ങനെയൊക്കെ വരാം. അപ്പം ഇത് തമ്മിൽ വളരെ കണക്റ്റഡ് ആണ്. ഒരു കാര്യം കൂടെ എന്ന് പറയാന്ന് വിചാരിക്കുന്നത്, നമുക്ക് സഹോദരിമാർ വളരെ പ്രശ്നം ഫേസ് ചെയ്യുന്ന, ഞാൻ ഉൾപ്പെടെ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് തോന്നുന്നത്, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയും പൊട്ടിക്കരയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം സഹോദരിമാർക്കില്ലേ? നമ്മുടെ മനസ്സില് പ്രത്യേകിച്ച് ഒരു മധ്യവയസ്സിലേക്ക് വരുമ്പോൾ അത് കൂടും. മധ്യവയസ്സിൽ ഹോർമോണിന്റെ ഒത്തിരി മാറ്റങ്ങൾ അമ്മമാർ അനുഭവിക്കും. അതേ ഹോർമോണിന്റെ മാറ്റം ടീനേജിലുള്ള കുഞ്ഞുങ്ങളും അനുഭവിക്കും. ഇത് രണ്ടും കൂടെ ഏറ്റുമുട്ടുമ്പോൾ പൊട്ടിത്തെറി വളരെ കോമൺ ആണ്. അതുപോലെ ഭയങ്കര സമ്മർദ്ദം നമ്മൾ അനുഭവിക്കുന്നുണ്ടാവാം. എപ്പോഴും നമ്മൾ ഓർക്കുന്നത്, നമ്മൾ എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ശരിക്കും ഞാൻ എന്തിനാണ് ഇത്രയും പെട്ടെന്ന് ഇത്രയും ദേഷ്യപ്പെട്ടത്, അല്ലെ ഞാൻ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്, എന്തൊക്കെ നമ്മൾ ചിന്തിക്കും. എന്നിട്ട് പിന്നെ നമുക്ക് അതിന്റെ കുറ്റബോധമാണ് പറഞ്ഞു പോയ കാര്യങ്ങൾ, ചെയ്തു പോയ കാര്യത്തിലൊക്കെ പറ്റി. അപ്പൊ നമ്മള് അതിന്റെ കാരണം ശരിക്കും ശാരീരിക കാരണങ്ങൾ തന്നെയാണ്. ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഒക്കെ കൂടുതൽ ഏറ്റക്കുറച്ചിലൊക്കെ വരുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ സെറട്ടോണിൻ എന്നൊരു സന്തോഷ ഹോർമോൺ ഉണ്ട്, അതിന്റെ ഉത്പാദനമൊക്കെ കുറയുന്നതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ വരുന്നത്. പിന്നെ മാനസിക കാര്യങ്ങളുണ്ട്. അതായത് നമ്മളുടെ ഒരു കപ്പ് പോലെ നമ്മുടെ മനസ്സിനെ സങ്കല്പിച്ചാൽ വർഷങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെ പലരുടെയും കാര്യങ്ങൾ, കുടുംബത്തിലെ സഭയിലെ എല്ലാം കാര്യങ്ങൾ നോക്കി അതിങ്ങനെ നിറഞ്ഞിരിക്കുക. ആ ഇമോഷണൽ കപ്പ് ഒരു തുള്ളി കൂടി വീണാൽ അതെങ്ങനെ പൊട്ടി ഒഴുകും, അതിന് പൊട്ടിത്തെറിയായിട്ടൊക്കെ മാറും. പിന്നെ ഒരു ആത്മീയ കാരണമുണ്ട് നമ്മൾ ഇതൊക്കെ കൺട്രോൾ ചെയ്യണം എന്നുള്ളതിന്. കാരണം എന്താണ്, ദേഷ്യപ്പെടാം, പക്ഷെ പാപം ചെയ്യരുതെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ദേഷ്യം കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഇത് പാപമായിട്ട് നമ്മുടെ വായിലൂടെയും പ്രവൃത്തിയിലൂടെയും ഒക്കെ വന്നേക്കും.
അപ്പം ഒരു കാര്യം പറയാമേ, പൊട്ടിത്തെറിക്കാൻ തോന്നുമ്പോൾ ഒരു 90 സെക്കൻഡ് 90 സെക്കൻഡ് റൂൾ ശാസ്ത്രമുണ്ട്. 90 സെക്കൻഡ് റൂൾ ശാസ്ത്രം എന്ന് പറയുന്നത്, നമുക്ക് ഒരു സംഭവം ഉണ്ടായി, ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നമ്മൾക്ക് ആദ്യത്തെ 1.5 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ 1.5 മിനിറ്റിന് ഉള്ളിലാണ് വെച്ചാൽ ഒരു വികാരം ഉണ്ടാവുമ്പോൾ ആ വികാരത്തോട് ബന്ധപ്പെട്ട് കുറച്ച് രാസപ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. ആ രാസപ്രവർത്തനം ആക്ച്വലി 90 സെക്കൻഡ് കൊണ്ട് തീരും. 90 സെക്കൻഡ് എന്ന് പറയുമ്പോൾ എത്ര മിനിറ്റ് ഉണ്ട്? 1.5 മിനിറ്റേ ഉള്ളൂ അല്ലേ? 1.5 മിനിറ്റ് കൊണ്ട് ആ രാസപ്രവർത്തനം ശരീരത്തിലെ തീരും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പിന്നെ ആ കാര്യങ്ങളെ ചിന്തിച്ച് വീണ്ടും വീണ്ടും ഓർത്ത് ആ രാസപ്രവർത്തനത്തിൽ വീണ്ടും തീ കൊണ്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം സ്റ്റോപ്പ് എന്നുള്ളതാണ്. സ്റ്റെപ്പ് 1 സ്റ്റോപ്പ് എന്നുള്ളതാണ്, നിർത്തുക. അതായത് എന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത് അത് അവിടെ വെച്ച് ഷട്ട് ചെയ്യുക. വാ തുറക്കരുത്, കൈ ഉയർത്തരുത്. ഈ 2 കാര്യം നമ്മൾ അങ്ങ് മനഃപൂർവ്വം ചെയ്താല്, സദൃശവാക്യം 21:23 പറഞ്ഞാൽ, തന്റെ വായും നാവും സൂക്ഷിക്കുന്നവൻ തന്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു. ഇനി ഈ വാ അല്ലെങ്കിൽ കൈ കൊണ്ട് ചെയ്യാതെ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങള് നമ്മുടെ പ്രാണനെ തന്നെ രക്ഷിക്കാൻ, കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കാൻ നമുക്ക് പറ്റും. അപ്പൊ മനസ്സിൽ നമ്മൾ നമ്മളോട് തന്നെ മനസ്സിൽ ഉറക്കെ പറയുക, സ്റ്റോപ്പ്, നിർത്ത്, ഇപ്പൊ വേണ്ട എന്ന് പറയാ. എന്നിട്ട് 2ാമത്തെ സ്റ്റെപ്പ് എടുക്കുക. 4 സ്റ്റെപ്പ് ഉണ്ട്. 2ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡ്രോപ്പാണ്. എന്ന് പറഞ്ഞാൽ എവിടെ നിൽക്കുന്നു ആ സ്ഥലത്ത് നിന്ന് മാറുക. ഓക്കെ, നമ്മളിപ്പോ റൂമിലാണെങ്കിൽ നമ്മൾ ആ റൂമിൽ നിന്നും ഇറങ്ങി ബാത്റൂമിലേക്ക് ഒന്ന് പോവുക, മുഖമൊക്കെ ഒന്ന് കഴുകുക. സംഭവത്തിന് ഇടയ്ക്കാണെന്ന് ഓർക്കണം. നമുക്കങ്ങ് പൊട്ടിത്തെറിക്കാൻ വേണ്ടി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അടുക്കളയിൽ പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുക, അല്ലെങ്കിൽ മുറ്റത്തേക്ക് ഇറങ്ങുക. ആ ഏത് സ്ഥലത്താണോ സംഭവം ആ സീനിൽ നമ്മൾ മാറുക. സ്ഥലം മാറിയ മനസ്സ് മാറുന്നതാണ് പഴമൊഴി പറയുന്നത്. അടുത്ത് ആ മാറിപ്പോയി നിന്ന് ആ സ്ഥലത്ത് വെച്ച് നമ്മൾ ഒരു ദീർഘശ്വാസം എടുക്കുക, ബ്രീത്ത് ചെയ്യുക. ബ്രീത്ത് ചെയ്യാൻ ഒരു പ്രത്യേക രീതിയിൽ എടുക്കുക. 4, 7, 8 അങ്ങനെ ശ്വാസം എടുക്കുക. എന്ന് പറഞ്ഞാൽ 4 സെക്കൻഡ് കൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കുക, 7 സെക്കൻഡ് പിടിക്കുക, പിന്നെ പതിയെ 8 സെക്കൻഡ്. എത്ര സമയം കൊണ്ടാണോ ഉള്ളിലേക്ക് എടുത്തത് അതിന്റെ ഡബിൾ സമയം എടുത്ത് ശ്വാസം നീട്ടി പുറത്തേക്ക് വിടുക. ഇങ്ങനെ 3 തവണ ചെയ്യുക. ഇത്രയും ചെയ്യുമ്പോഴത്തേക്കും 1.5 മിനിറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമ്മള് യോഗക്കാർ ചെയ്യുന്ന പോലെ ഒന്നും ചെയ്യണ്ട. നമ്മൾ ശ്വാസം എടുക്കുന്നതിന് ദൈവം തന്ന ശ്വാസമല്ലേ, നമുക്ക് നീട്ടിയെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൂടെ പ്രാർത്ഥിക്കാം, കർത്താവ് യേശുവേ എനിക്ക് സമാധാനം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ശ്വാസം നീട്ടിയെടുത്ത് ഹോൾഡ് ചെയ്ത് പതിയെ വിടുക. എന്നിട്ട് 4ാമത്തെ സ്റ്റെപ്പായിട്ട് തിരഞ്ഞെടുക്കുക. ഇപ്പൊ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം എങ്ങനെ പ്രതികരിക്കണം. ദേഷ്യത്തിൽ പ്രതികരിക്കണോ, അതോ സമാധാനത്തിൽ പോയി അത് മറുപടി പറയണോ? തിരഞ്ഞെടുക്കാൻ നമുക്കൊരു സമയം കിട്ടുകയാണ്. സദൃശവാക്യം 15:1 നമ്മൾ കാണുന്നത്, മൃദുവായ ഉത്തരം കോപത്തെ ശമിപ്പിക്കുന്നു. അവിടെ തിളച്ചു നിൽക്കുന്ന ആളുടെ അടുത്ത് നമ്മൾ മൃദുവായി ചെല്ലാൻ നമുക്ക് പറ്റും, നമുക്ക് കോപത്തെ ശമിപ്പിക്കാൻ പറ്റും. പിന്നെ ഇത് പൊട്ടിത്തെറിയെ പറ്റിയാണ് പറഞ്ഞ്. പൊട്ടിക്കരച്ചിലിനും അതും നമ്മൾ വരുന്നുണ്ട്. കരച്ചിൽ മോശമൊന്നുമല്ല, കർത്താവ് പോലും കരഞ്ഞിട്ടുണ്ട്. പക്ഷെ നിയന്ത്രണമില്ലാതെ എല്ലായിടത്തും കരഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പേഴ്സണാലിറ്റി തന്നെ എന്തായാലും നമ്മൾ തന്നെ തളർന്നു പോകും. നമ്മളെ കൊള്ളില്ല നമുക്ക് തന്നെ തോന്നും, മറ്റുള്ളവർക്കും തോന്നും. അപ്പൊ എന്ന് വെച്ചാൽ നമുക്ക് സങ്കടങ്ങളുണ്ട് നമ്മുടെ ലൈഫിൽ. അപ്പൊ അതിന് പറയുന്നത്, അനുവദിച്ചൊരു സമയം കൊടുക്കുക കരയാൻ വേണ്ടി. ഒരു ക്രൈ വിൻഡോ വെക്കുക. അതായത് കരച്ചിൽ വന്നു, സങ്കടം ഉണ്ട്, തിങ്ങി നിൽക്കുവാണ്, അതിനെ അടക്കി പിടിച്ചാൽ പിന്നെ അത് എന്താണേലും പൊട്ടിക്കരച്ചിലായി മാറും ഒരു ദിവസം. അതിന് പകരം ദിവസവും സങ്കടം അത്ര അനുഭവിക്കുന്നെങ്കിൽ ഒരു 10 മിനിറ്റ് എന്റെ സമയം എന്ന് പറഞ്ഞ് മാറ്റിയൊക്കെ ഒരു 10 മിനിറ്റ് റൂമിൽ പോയി വാതിലടച്ചിട്ട് കരയുക. എന്നിട്ട് ദൈവത്തോട് പറയാം. ആ പരാതികളെല്ലാം ഹന്ന പറഞ്ഞ പോലെ ദൈവത്തോട് പറയാം. എന്നിട്ട് എഴുതിയും കൂടെ വെച്ചാൽ കുറെ കൂടെ നല്ലതെന്ന് പറഞ്ഞത്. എനിക്കുള്ള വിഷമങ്ങളെല്ലാം എഴുതി വെക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ കരച്ചിലൊക്കെ മാറി മുഖമൊക്കെ കഴുകി പുറത്തോട്ട് ഇറങ്ങുക. അപ്പൊ എന്താ ഗുണം? നമ്മളങ്ങ് ഫ്രീ ആയി, ഒഴുകി തീർന്നു. പിന്നെ സങ്കീർത്തനത്തിൽ പറയുന്ന ആ കാര്യം നടന്നു. എന്താണ് ആ കാര്യം? 56:8 സങ്കീർത്തനം 56:8 പറയാണ്, നീ എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കിയിരിക്കുന്നു. നമ്മുടെ കണ്ണുനീരെല്ലാം കർത്താവോട് ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അതിനപ്പോ എന്താണെങ്കിലും അതിനവിടെ ഒരു പരിഹാരം ഉണ്ടാവും എന്നുള്ള സമാധാനത്തിൽ നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ കരയാതിരിക്കാം. പിന്നെ ഒരു കാര്യം നമുക്ക് ചെയ്യാവുന്ന, എന്താണ് അതിന്റെ ട്രിഗർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ, എന്താണ് അതിലേക്ക് നമ്മൾ ലീഡ് ചെയ്തത്? നമ്മുടെ പീരിയഡ്സിന്റെ സമയമായതാണോ, അല്ലെങ്കിൽ ആരെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും പറയുമ്പോഴാണോ? അങ്ങനെയൊക്കെയുള്ള നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ആ കാരണം അറിഞ്ഞിട്ട് അതിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും കുറെയൊക്കെ. ഇപ്പൊ പീരിയഡ്സിന് മുന്നേ ആണെങ്കിൽ കരച്ചിൽ വരുന്നെങ്കിൽ നമ്മൾ ആ ദിവസം വലിയ തീരുമാനമൊന്നും എടുക്കരുത്, വലിയ പ്രശ്നം വരുന്ന തർക്കം വരുന്ന കാര്യങ്ങളിലേക്കൊന്നും ചാടാതൊക്കെ ഇരുന്നാൽ മതി. പിന്നെ ഒരെണ്ണം ഉണ്ട് കേട്ടോ, ഒരു കാര്യം, ഗ്രൗണ്ടിങ് ടെക്നിക്ക് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട്. അത് നിങ്ങൾ മൊബൈലിലൊക്കെ അടിച്ചു നോക്കിയാൽ മതി, എനിക്ക് അതുകൊണ്ട് പറയാൻ സമയമില്ല. 5, 4, 3, 2, 1 എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. സൈക്കോളജിസ്റ്റുകൾ പറയുന്ന ഒരു ടെക്നിക്കാണ്. കരച്ചിൽ വരുമ്പം ഈ കരയുന്നത് നമ്മൾ എപ്പോഴും ഒന്നുകിൽ
നടന്ന സംഭവത്തെ ഓർത്തായിരിക്കും, അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാര്യത്തെ ഓർത്തായിരിക്കും. ഭൂതകാലത്തിലോ ഭാവിയിലോ ആയിരിക്കും നമ്മുടെ മനസ്സ്. പ്രസന്റിൽ ഇരുന്നല്ല നമ്മൾ പലപ്പോഴും ഈ കരയുന്നത്. അതുകൊണ്ട് ഈ പ്രസന്റിലേക്ക് നമ്മുടെ ബ്രെയിനിനെ കൊണ്ടുവരിക, നമ്മുടെ മനസ്സിനെ കൊണ്ടുവരിക എന്ന് പറയുന്നത്. അതിന് ചെയ്യാൻ പറയുന്നത് പെട്ടെന്ന് പറയാം, 5, 4, 3, 2 എന്നാണല്ലോ പറഞ്ഞത്. 5 എന്ന് പറയുന്നത് കണ്ണുകൊണ്ട് കാണുന്ന 5 സാധനം നമ്മളിങ്ങനെ നോക്കുക. 5 സാധനം പറയാം, നമ്മളിങ്ങനെ പറയുക സങ്കടം വരുമ്പോ. ഓക്കെ, ഇപ്പൊ ഫാന്, ലൈറ്റ്, ജനല്, അങ്ങനെ 5 സാധനം പറയുക. പിന്നെ 5 സാധനം തൊട്ട് നോക്കുക. പിന്നെ 3 ശബ്ദം, 3 ടൈപ്പിലുള്ള ശബ്ദം നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ കരയാനുള്ള ടെൻഡൻസി മാറാനാണ് നമ്മുടെ ശ്രദ്ധ മാറ്റുന്ന കാര്യങ്ങൾ 3 ശബ്ദങ്ങൾ. അത് ഫാനിന്റെ ആവാം, വണ്ടിയുടെ ആവാം, കിളിയുടെ ശബ്ദം, അങ്ങനെ നമ്മൾ 3 ശബ്ദത്തെ ഐഡന്റിഫൈ ചെയ്യാൻ നോക്കുക. പിന്നെ ഒരു 2 സ്മെല്ല് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കുക. സോപ്പിന്റെയോ കാപ്പിയുടെയോ അങ്ങനെ 2 ഡിഫറെന്റ് സ്മെല്ല് നമ്മൾ ഒന്ന് ആസ്വദിക്കാൻ നോക്കുക. ലാസ്റ്റ് ആയിട്ട് നമ്മുടെ രുചി, വെള്ളമെങ്കിലും ഒന്ന് കുടിക്കുക. എന്തെങ്കിലും ടേസ്റ്റ് ഉള്ള സാധനം വായിലേക്ക് വെക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ നമ്മളോട് പറയും, യു ആർ ഓക്കെ, നിങ്ങൾ സുരക്ഷിതയാണ്, നിങ്ങൾ ഇങ്ങനെ കരയേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുമെന്നാണ് പറയുന്നത്. ഇതൊക്കെ ഇതുപോലെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്യട്ടെ. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എങ്ങനെയാണ് ഇതിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പം ഇതൊക്കെ ഈ പറഞ്ഞതെല്ലാം ശരിക്കും പറഞ്ഞാൽ എല്ലാം തൽക്കാല പരിഹാരങ്ങളാണ്. പക്ഷെ ഇതിനൊരു ദീർഘകാല പരിഹാരം നമ്മൾ ചിന്തിക്കണം. ഇങ്ങനെയൊക്കെയുള്ള വിഷമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് നിയന്ത്രിക്കാനാവാത്ത കരച്ചിലും ദേഷ്യവും അതുപോലെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ വൈദ്യ പരിശോധന ചെയ്തേ പറ്റൂ. വൈദ്യ പരിശോധന ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം, ബ്ലഡിലൊക്കെ ഉള്ള എല്ലാം ടെസ്റ്റ് ചെയ്യുക. പിന്നെ ഉറക്കം ശരിയാക്കുക. 7 മണിക്കൂർ നിർബന്ധം. ഉറക്കം കുറഞ്ഞ ഒരു സ്ത്രീ എപ്പോ വേണമെങ്കിലും പൊട്ടാവുന്ന ഒരു ബോംബാണെന്നാണ് പറയുന്നത്. അപ്പം ഉറങ്ങുക. പിന്നെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാനുള്ളത് ഒക്കെ ശ്രദ്ധിക്കുക. മൂഡ് നന്നാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ ഈസ്ട്രജന്റെ ലെവലൊക്കെ ശരിയാക്കി കൊണ്ടുവന്ന ഭക്ഷണങ്ങളൊക്കെ കഴിച്ചാൽ ഒത്തിരി ദേഷ്യം വരത്തില്ലെന്നാണ് പറയുക. പിന്നെ എല്ലാം കർത്താവിനോട് പറയുക. നമ്മള് 1 പത്രോസ് 5:7 നമ്മൾ കർത്താവിനോട് പറയാം. അപ്പൊ ഇതൊന്നും ഈ വൈദ്യസഹായം തേടുക എന്നുള്ളത് ഞാൻ ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ട് നിർത്തട്ടെ. അതൊരിക്കലും ഒരു ബലഹീനതയല്ല. അതൊരു നമ്മുടെ ബുദ്ധിപരമായൊരു നീക്കമാണ്. നമ്മളൊരു കാലൊടിഞ്ഞാൽ നമ്മള് ഒരു കമ്പ് കെട്ടുന്നത്, അല്ലെങ്കിൽ നമ്മൾ പ്ലാസ്റ്റർ ഇടും അല്ലേ, അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് പോകും. മനസ്സൊടിഞ്ഞ് തൂങ്ങിക്കിടക്കുകയാണെങ്കിലോ, തളർന്ന് നമുക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ല, ഒരു ഉഷാറും ഇല്ല, എപ്പോഴും ഒരു വിഷാദം, സങ്കടം അങ്ങനെയൊക്കെ ഇരിക്കുവാണെങ്കിലോ, നമ്മൾ തീർച്ചയായിട്ടും അതിനൊരു സഹായം തേടണം. ചിലർക്കൊക്കെ ഇങ്ങനെ എനിക്കിത് ജീവിക്കണ്ട, ഇനി ഒന്ന് മരിച്ചാൽ മതി എന്നൊക്കെ ചിന്ത വരാം. അതുപോലെ ഭർത്താവിനോടും കുട്ടികളോടൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യം മനഃപൂർവ്വം അല്ലാതെ നമ്മൾ ആഗ്രഹിക്കാതെ നമ്മളിൽ വന്നേക്കാം. അതിന് നമ്മൾ ഡോക്ടറുടെ സഹായം തേടണം. അപ്പൊ നമ്മൾ എവിടെയാണ്, ഏത് ഡോക്ടറെയാണ് കാണേണ്ടത്? ഇങ്ങനെ വന്നു കഴിഞ്ഞാല് നമ്മുടെ ഒരു സാധാരണ ഡോക്ടറെ അടുത്ത് ആദ്യം പോകാം. നമ്മൾ എപ്പോഴും പോകുന്ന ഒരു ഫാമിലി ഡോക്ടർ ഉണ്ടെങ്കിൽ പോവുക. അതുപോലെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുക. അത് കഴിഞ്ഞ് നമുക്ക് അപ്രോച്ച് ചെയ്യാവുന്ന ആൾക്കാരാണ് സൈക്കോളജിസ്റ്റ്. ഒരുപാട് സംസാരത്തിലൂടെ നമ്മൾ ഷെയർ ചെയ്താണ് നമ്മുടെ പ്രശ്നം. അവർ നമ്മുടെ പ്രശ്നം തീർത്തു തരികയല്ല, നമ്മൾ അവരോട് പ്രശ്നം ഷെയർ ചെയ്യാൻ നമുക്ക് വിശ്വസ്തരായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ സഭാ പശ്ചാത്തലത്തിലെ ക്രിസ്തീയ കൗൺസിലർമാരുണ്ട്, ബിബ്ലിക്കൽ കൗൺസിലേഴ്സ് ഉണ്ട്. അവിടെ പോവുകയാണെങ്കിൽ നമുക്കത് വളരെ ആശ്വാസമാണ്. നമ്മൾ അതിന് ഒരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല. ഇനി അവിടെ ചെന്ന് നമ്മൾ സംസാരിച്ചു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് മരുന്ന് ആവശ്യമുള്ളതാണോ. അങ്ങനെയാണെങ്കിൽ അവർ സൈക്യാട്രിസ്റ്റിന്റെ അടുത്തേക്ക് നമ്മളെ റെഫർ ചെയ്യും. മിക്കവാറും സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മളുടെ ഇടയ്ക്ക് നമ്മുടെ നാട്ടിൽ ഇന്നും അതൊരു ഭയങ്കര ഒരു സ്റ്റിഗ്മ പോലെയാണ്. സൈക്യാട്രിസ്റ്റിനെ കാണുന്നത് ഭ്രാന്തുള്ളവർ കാണുന്നതെന്നാണ് നമ്മുടെ ചിന്ത. ഭ്രാന്തിനുള്ള മരുന്നൊന്നും ഞാൻ കഴിക്കില്ല എന്നാണ് ചിന്തിക്കുന്നത്. ആക്ച്വലി ഭ്രാന്തിനുള്ള മരുന്നൊന്നും ഒരു മരുന്നില്ല. ഇപ്പൊ നമുക്ക് ശരീരത്തിൽ ഇൻസുലിൻ കുറയുന്നു, അല്ലെങ്കിൽ ഷുഗർ കൂടുമ്പോൾ നമ്മൾ ഒരു മരുന്ന് കഴിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറിലെ രാസപ്രവർത്തനം കൊണ്ട് ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ആ രാസപ്രവർത്തനത്തെ ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മരുന്ന് കഴിക്കുന്നു. ഇത് പോയി തലച്ചോറിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പം നമുക്ക് ആ രാസവസ്തുവിനെ ബാലൻസ് ചെയ്യുന്ന സംഗതിയാണ് സൈക്യാട്രിസ്റ്റുകൾ തരുന്ന മരുന്നുകൾ. അത് കഴിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒരുപാട് മാറുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ ആരെങ്കിലും സഹോദരിമാർക്കൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഡോക്ടേഴ്സിനെ കാണുക. നമുക്ക് ഇത്രയൊക്കെ നമ്മുടെ കേരളത്തിൽ ഉണ്ടല്ലോ. ഡോക്ടറെ കാണണം, സൈക്കോളജിസ്റ്റിനെ, സൈക്യാട്രിസ്റ്റിനെ ഒക്കെ കാണുന്നത് ഒരിക്കലും വിശ്വാസക്കുറവല്ല. അതിന് അങ്ങനെ നമ്മൾ വിചാരിക്കേണ്ട. അത് ദൈവം അവരിലൂടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. പിന്നെ ഗവൺമെന്റിന്റെ വക ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ ഒക്കെ ഉണ്ട്. ഇനി വേറെ ആരോടും പറയാനോ അങ്ങനെയൊന്നും പോകാൻ പറ്റാത്തവർക്ക്, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ കൂടിയിരിക്കുവാണെങ്കിൽ നമുക്ക് വിളിക്കാൻ ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ ഒക്കെ ഉണ്ട്. അത് 144 16 എന്നുള്ളതാണ് ആ നമ്പർ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. നമ്മളിപ്പം പറഞ്ഞ ആ കാര്യത്തില്
ഒരു സ്ലൈഡും കൂടി ഉണ്ട്. ഞാൻ ഒരു ഇങ്ങോട്ട് വെച്ചോട്ടെ, ഒന്ന് നോക്കട്ടെ. 90 സെക്കൻഡ്സ് റൂൾസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പൊട്ടിത്തെറിയെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊന്ന് മനസ്സിൽ വെച്ചാൽ നല്ലതാണ്. പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. 90 സെക്കൻഡ് കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങള്. ഒന്ന് സ്റ്റോപ്പ്, ഓർമ്മയുണ്ടല്ലോ, നമ്മൾ വാ തുറക്കാതെ കൈ ഉയർത്താതെ നമ്മൾ നമ്മളോട് തന്നെ സ്റ്റോപ്പ് പറയുന്നു. എന്നിട്ട് നമ്മൾ ആ സീനിൽ നമ്മൾ പുറത്തേക്ക് പോകുന്നു. അതിനാണ് ഡ്രോപ്പ്. സ്റ്റോപ്പ്, ഡ്രോപ്പ്, പിന്നെ ബ്രീത്ത്. 4 സെക്കൻഡ് കൊണ്ട് നമ്മൾ ബ്രീത്ത് എടുക്കുന്നു, ശ്വാസം എടുക്കുന്നു. 7 മിനിറ്റ് അത് പിടിച്ചു വെക്കുന്നു. 7 സെക്കൻഡ് പിടിച്ചു വെക്കുന്നു. 8 സെക്കൻഡ് കൊണ്ട് നമ്മൾ പുറത്തേക്ക് പതിയെ വായിക്കൂടെ, മൂക്കിക്കൂടെ ശ്വാസം എടുത്ത് വായിക്കൂടെ പതിയെ വിടുന്നു. നമ്മളുടെ ബ്രെയിനിനും നല്ലത്, നമ്മുടെ ശരീരത്തിനും നല്ലത്, നമ്മുടെ മനസ്സിന് നല്ലതാണ്. പിന്നെ നമ്മൾ ചിന്തിച്ച് തീരുമാനം എടുക്കുക, ഞാൻ എങ്ങനെ പ്രതികരിക്കണമെന്ന് തീരുമാനം എടുക്കുക. അപ്പൊ ഈ 4 ദാനിയൽ പ്ലാൻ പോലെ നിങ്ങൾ ഈ 4 കാര്യവും കൂടെ മനസ്സിൽ കുറിച്ച് വെക്കുമെന്ന് ചിന്തിക്കുന്നു. ഇപ്പൊ നമുക്ക് നമ്മള് ഏത് സിറ്റുവേഷനിലാണെങ്കിലും നമുക്ക് അതിൽ നിന്ന് മെച്ചപ്പെടാൻ തീർച്ചയായിട്ടും കഴിയും, അല്ലെ? നമ്മള് നവോമിയെ കാണും. നവോമി എന്തെന്നാ തിരിച്ചു വന്നപ്പോൾ പറഞ്ഞത്, നിങ്ങൾ എന്നെ നവോമി എന്ന് വിളിക്കണ്ട, മാറി എന്ന് വിളിച്ചാൽ മതി. കാരണം ഞാൻ അത്രയും കയ്പുള്ളവളാണ്. അത്രയും വിഷാദത്തില്, കയ്പും സങ്കടവും വിഷാദവും ഒക്കെ നിറഞ്ഞിരുന്ന നവോമിയാണ്. പക്ഷെ പിന്നീട് ദൈവം അവളെ സഹായിച്ചപ്പോൾ, ദൈവം അവളെ കൈവിട്ടില്ല. അവളെ സഹായിച്ചപ്പം അവൾക്കൊരു കൊച്ചുമകൻ പറഞ്ഞത് ഓബേദ്, അല്ലെ? ദാവീദിന്റെ അപ്പൂപ്പനാകാൻ ഭാഗ്യം ലഭിച്ച, കർത്താവിന്റെ വംശാവലിയിൽ പേര് ചേർക്കപ്പെടാൻ വരെ ഇടയായി തീർന്ന ഒരു സ്ത്രീയായിട്ട് അവര് മാറി. അതുകൊണ്ട് നമുക്കും ഓർക്കാം, യെശയ്യാവ് 40:30 പറയുന്നത് പോലെ, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. 40 വയസ്സ് കഴിഞ്ഞു, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഏത് ഏജാണോ അതൊക്കെ കഴിഞ്ഞാല് ജീവിതം തീർന്നു എന്നൊന്നുമില്ല, തുടങ്ങുന്നു നമുക്ക് വിചാരിക്കാം. മക്കളൊക്കെ വലുതായവർക്ക് ഇങ്ങനെ ചിന്തിക്കാം, ഉത്തരവാദിത്തങ്ങളൊക്കെ കുറെ കുറഞ്ഞല്ലോ, ഇനി നമുക്ക് നമ്മളെ തന്നെ കൂടുതൽ ശ്രദ്ധിക്കാം എന്ന് ചിന്തിക്കാൻ സമയമുണ്ട്. അതുകൊണ്ട് ക്ലാസ് നിർത്തട്ടെ. 3 തീരുമാനങ്ങൾ മിനിമം നമ്മൾ എടുക്കണം. ശരീരത്തിന് വേണ്ടി ഞാൻ ദിവസവും 30 മിനിറ്റ് നടക്കും, 2 ലിറ്റർ 3 ലിറ്റർ വെള്ളം കുടിക്കും. മനസ്സിന് വേണ്ടി എന്താണ്, ഞാൻ ദിവസവും ദൈവത്തോട് സംസാരിക്കും. ദേഷ്യം വരുമ്പോൾ 90 സെക്കൻഡ്, അല്ലെ, 90 സെക്കൻഡ് റൂള് ഞാനൊന്ന് ശ്രമിക്കും. പിന്നെ പരിശോധന, പറ്റുമെങ്കിൽ ഇന്നൊരു ജൂൺ 1 അല്ലേ, ഈ മാസം തന്നെ ഞാനൊരു ഫുൾ ബോഡി ചെക്കപ്പ് നടത്തും എന്ന് ചിന്തിക്കാം. എന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്, ഞാൻ അതിനെ സൂക്ഷിക്കും എന്ന് നമുക്ക് ദാനിയേൽ തീരുമാനിച്ചതുപോലെ നമുക്കും ഹൃദയത്തിൽ ദൃഢനിശ്ചയം ചെയ്യാം. സദൃശവാക്യം 31:25 എന്താണ്, സാമർഥ്യമുള്ള സ്ത്രീയെ പറ്റി പറയുന്ന ബലവും മഹിമയും അവളുടെ ഉടുപ്പ്. അവളെ കാണുന്നവരെന്താ കാണുന്നത്? ഉടുപ്പ് നമ്മളെ മറ്റുള്ളവരെ കാണുന്നതല്ലേ? അവളെ ബലമുള്ളവളായിട്ട്, മഹിമയുള്ളവളായിട്ട്. മാത്രമല്ല, അവളുടെ മുഖം എങ്ങനെയായിരുന്നു? ഭാവികാലം ഓർത്ത് അവള് പുഞ്ചിരി ഇടുന്നു. ആകുല നിറഞ്ഞ മുഖമല്ല, പുഞ്ചിരി നിറഞ്ഞ മുഖമാണ് അവൾക്കുള്ളത്. അപ്പൊ നമുക്കും ബലത്തോടെ, മഹിമയോടെ, ഭാവിയെക്കുറിച്ച് ആകുലപ്പെടാതെ, നമ്മൾ പ്രസന്നവദനായിട്ട് അനേകർക്ക് സന്തോഷം പകർന്നു കൊടുക്കുന്നവരായിട്ട് ജീവിക്കാൻ നമ്മളെല്ലാവരും ദൈവം ശാരീരികമായും മാനസികമായും ആത്മീയമായിട്ടും അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പോയിന്റ് ഒന്നുകൂടെ എടുത്തു പറയേണ്ട ആവശ്യമില്ലാത്തടത്തോളം ക്ലിയർ ആയിട്ടാണ് നമുക്ക് പറഞ്ഞു തന്നത്. ലഭിച്ചവരോടുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാ സഹോദരിമാരെയും ഈ ക്ലാസ് കേട്ടതിന് എല്ലാ സഹോദരിമാരോടും നന്ദി പറയുന്നു.